ഹലോ ഫ്രണ്ട്സ്, ടെല വി സിംപ്ലിഫൈ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ മക്കളെ, നമ്മൾ ഇന്ന് IMUCET എക്സാമിന് 2025 എക്സാമിന് വരാനിരിക്കുന്ന സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും അതുപോലെ തന്നെ തൊട്ട് മുന്നത്തെ വർഷം 2027 ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ തന്നെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ്റെ ലെവലും ആ ഒരു എക്സാം എങ്ങനെ അപ്പിയർ ചെയ്യണം, ഈ ലെവൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എങ്ങനെ അപ്പിയർ ചെയ്യണം, നിങ്ങൾക്ക് എവിടേക്കാണ് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, ഓക്കെ, ഏത് പോർഷൻസ് ആണ് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതേപോലെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ ക്ലിയർ ആവും. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തേക്കുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഡിഫറൻസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് IMUCETക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഈ വരുന്ന എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും, അതൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ അവരുടെ തന്നെ ഒഫീഷ്യലി റിലീസ് ചെയ്തിട്ടുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മൾ NCERT തറവായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, NCERT ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പ്രോബ്ലംസും നമ്മൾ തറവായിട്ട് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും അല്ലേ, നമ്മളത് പറയാറുണ്ട് എപ്പോഴും. അപ്പം NCERT ആണ് മക്കളെ ഇതിൻ്റെ എല്ലാ ബേസിക്സ്. ഓക്കെ, എന്തായാലും എനിവേ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ചാപ്റ്റർ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളതെന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതുപോലുള്ള ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസും കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള മെത്തേഡ്സും ട്രിക്സും അതുപോലെ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസും ഒക്കെ അവൈലബിൾ ആവാനായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക ഇപ്പോൾ തന്നെ. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഈ ചാപ്റ്റർ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ കോൺസെപ്റ്റാണ് അവർ കീ കോൺസെപ്റ്റ്സ് ആയിട്ട് ഈ എക്സാമിന് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ ഓക്കെ ബാ മക്കളെ, നോക്കിയേ, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ, ഡിഫറൻഷിയേറ്റ് സൈനറ്റ്സ് പ്ലസ് കോസെറ്റ്സ് ഡിവൈഡ് ബൈ സൈനറ്റ്സ് മൈനസ് കോസെറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇല്ലയോ. സോ ഇതിനെ ഞാൻ y എന്ന് വിളിക്കുക, ഈ മൊത്തം ഫംഗ്ഷനെ എനിക്ക് എന്ത് വിളിക്കാം, y എന്ന് വിളിക്കാം. y എങ്ങനെ കിടക്കുകടാ, y എന്ന് പറയുന്നത് മുകളിൽ ഒരു ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ താഴെ ഒരു ഫംഗ്ഷൻ അങ്ങനെ കിടക്കുക അല്ലയോ, അതായത് u ബൈ v ഫോമിൽ കിടക്കുക. മുകളിൽ u എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ സൈനറ്റ്സ് പ്ലസ് കോസെറ്റ്സ്, താഴെ v എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ സൈനറ്റ്സ് മൈനസ് കോസെറ്റ്സ്. സോ ഇതിന്റെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ഡെറിവേറ്റീവ്. നമുക്കറിയാം ഡെറിവേറ്റീവിനെ നമ്മൾ എങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്, dy ബൈ dx എന്ന് റെപ്രസെന്റ് ചെയ്യാറുണ്ട് അല്ലയോ, അല്ലെങ്കിൽ y ഡാഷ് എന്ന് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. y ഡാഷ് എന്ന് പറഞ്ഞാൽ എന്ത് വിളിക്കാം, u ബൈ v. y എന്താ വിളിച്ചത്, u ബൈ v എന്നല്ലേ. സോ u ബൈ v ദ ഹോൾ ഡാഷ് എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ ആണോ. ഇനി നമുക്കറിയാം കോഷ്യന്റ് റൂൾ അറിയാം, u ബൈ v ദ ഹോൾ ഡാഷ്, u ബൈ v മുകളിൽ ഒരു ഫംഗ്ഷൻ താഴെ വേറൊരു ഫംഗ്ഷൻ, അതിന്റെ ഡെറിവേറ്റീവ് എടുക്കാൻ നമുക്കൊരു ഫോർമുല അറിയാം. എന്തായിരുന്നു ആ ഫോർമുല, u ഡാഷ് v മൈനസ് u v ഡാഷ് ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്താ, v സ്ക്വയർ. ഫസ്റ്റ് യുവിന്റെ ഡെറിവേറ്റീവ് എടുക്കുക ഇൻറ്റു v മൈനസ് u ഇൻറ്റു വിയുടെ ഡെറിവേറ്റീവ് എടുക്കുക ദ ഹോൾ ഡിവൈഡഡ് ബൈ v സ്ക്വയർ. ഈ ഫോർമുല നമുക്ക് അറിയാവുന്ന ഫോർമുലയിലെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ള NCERT തന്നെ ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സോൾവ് ചെയ്തിട്ടുണ്ട് അല്ലയോ. അങ്ങനെയാണെങ്കിൽ dy ബൈ dx ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ dy ബൈ dx ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട് കേട്ടോ, f ഡാഷ് ഓഫ് x ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഈ റെപ്രസെന്റേഷൻ നമുക്ക് എന്ത് ചെയ്യാം, അറിയാം. അങ്ങനെയാണെങ്കിൽ എന്താ നോക്കിയേ, എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, ഡിഫറൻഷിയേറ്റ് ചെയ്യാനാ പറഞ്ഞേക്കുന്നില്ലയോ, dy ബൈ dx ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫോർമുല നമുക്കറിയാം, u ഡാഷ് v മൈനസ് u v ഡാഷ് ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്താ, v സ്ക്വയർ. അപ്പൊ ഇനി എനിക്ക് ആരെയൊക്കെ വേണം, u ഡാഷ് v ഡാഷിനെയൊക്കെ വേണം എനിക്ക് ഇല്ലയോ. u എന്താടാ, u നമുക്ക് തന്നിട്ടുണ്ട്. u എന്ന് പറഞ്ഞാൽ എന്താ, സൈനറ്റ്സ് പ്ലസ് കോസെറ്റ്സ്, മുകളിൽ കിടക്കുന്ന ആൾ സൈനറ്റ്സ് പ്ലസ് കോസെറ്റ്സ്. അങ്ങനെയാണെങ്കിൽ യു ഡാഷ് പറ, സിമ്പിൾ. സൈനറ്റ്സിന്റെ ഡെറിവേറ്റീവ് എന്താ, കോസെറ്റ്സിന്റെ ഡെറിവേറ്റീവ് എന്താ, മൈനസ് സൈനറ്റ്സ്. ഓക്കെ, സി വരുമ്പോൾ മൈനസ് വരും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. കോസെറ്റ്സിന്റെ ഡെറിവേറ്റീവ് എന്താ, മൈനസ് സൈനറ്റ്സ്. അങ്ങനെയാണെങ്കിൽ v എന്താ, v എന്ന് പറയുന്നത് സൈനറ്റ്സ് മൈനസ് കോസെറ്റ്സ്. അങ്ങനെയാണെങ്കിൽ v ഡാഷ് എന്താ, സൈനറ്റ്സിന്റെ ഡെറിവേറ്റീവ് അതെന്താ, കോസെറ്റ്സിന്റെ ഡെറിവേറ്റീവ് എന്താ, മൈനസ് സൈനറ്റ്സ്. സോ ഇതെന്താവും, പ്ലസ് ആകും. ആ മൈനസ് ഈ മൈനസും കൂടെ എന്താകും, പ്ലസ് ആകും. അപ്പൊ u കിട്ടി, u ഡാഷ് കിട്ടി, v കിട്ടി, v ഡാഷ് കിട്ടി, പറക്കിയിട്ട് കൊടുക്കുക. ഇതാ നോക്കിയേ, u ഡാഷ് ഇൻറ്റു v, അതായത് കോസെറ്റ്സ് മൈനസ് സൈനറ്റ്സ്. മക്കളെ എപ്പോഴും ശ്രദ്ധിക്കണം, ബ്രാക്കറ്റ് ഇട്ടോണം. കാരണം u ഡാഷിനെ ഞാൻ എഴുതിയത്, അപ്പൊ u ഡാഷ് എന്ന് പറയുന്ന ഒരു ഒറ്റയാളാണ്, അവനെ ബ്രാക്കറ്റിലാക്കണം. സോ u ഡാഷ് ഇൻറ്റു v ആരാ, സൈനറ്റ്സ് മൈനസ് കോസെറ്റ്സ്, u ഡാഷ് v മൈനസ് u v ഡാഷ്, u എന്ന് പറഞ്ഞാൽ സൈനറ്റ്സ് പ്ലസ് കോസെറ്റ്സ്
ബി ഡാഷ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. സോ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. ഓക്കെ, ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്തുണ്ട്? ദ ഹോൾ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ ഉണ്ടല്ലോ, അതായത് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഉണ്ട്. ഓക്കെ ആണോ? ഓക്കെ, ഞാൻ എന്താണ്ട് ഇവനെ എനിക്ക് എഴുതാൻ ഇച്ചിരി സ്ഥലം വേണം. എന്താണ്ട് അവന്മാരെ ഞാൻ ഒന്ന് മാറ്റുവാന്നേ. യുവും യു ഡാഷും വിയും വി ഡാഷും ഒക്കെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങോട്ട് സൈഡിലോട്ടിരിക്കട്ടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കി എന്താ? dy by dx is equal to which is equal to ഞാൻ നോക്കിയേ cos x മൈനസ് സൈൻ എക്സ്. ഒരു മൈനസ് ഇങ്ങനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇതും എന്താവും? cos x മൈനസ് സൈൻ എക്സ് ആവത്തില്ലയോ? ഒരു മൈനസ് ഇതിൽ നിന്ന് പുറത്തെടുത്ത് നോക്ക്. അപ്പോൾ ഇത് പ്ലസ് ആവും, ഇത് മൈനസ് ആവും. സോ cos x മൈനസ് സൈൻ എക്സ് കിട്ടും. അപ്പോൾ ഒരു മൈനസ് ഇങ്ങനെ കോമൺ ആയിട്ട് വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ, ഈ ടേമിൽ നിന്ന് ഒരു മൈനസ് ഇങ്ങനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ആ മൈനസ് ഞാൻ ആദ്യമേ എഴുതി. cos x മൈനസ് സൈൻ എക്സ് ഇൻറ്റു cos x മൈനസ് സൈൻ എക്സ് കിട്ടും. അതായത് cos x മൈനസ് സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്, രണ്ടും ഒരേ സാധനം തന്നെ കിടക്കുന്നില്ലയോ? സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. ഓക്കെ, ബ്രാക്കറ്റിനകത്ത് ഓർഡർ മാറി വന്നേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല. സോ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് രണ്ട് വട്ടം മൾട്ടിപ്ലൈ ആയിട്ടുണ്ട്. അതെന്താ? സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ദ ഹോൾ ഡിവൈഡഡ് ബൈ താഴെ കിടക്കുന്ന സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ അല്ലേ? നമുക്ക് അതിനെ എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്യാം. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലയോ? സോ എന്ത് കിട്ടും? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ബി സ്ക്വയർ എന്താ? കോസ് സ്ക്വയർ എക്സ് മൈനസ് 2 ഇൻറ്റു എ ബി, അതായത് 2 ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. ഓക്കെ, സിമ്പിളാണേ, സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കിയേ, താഴത്തെ ടേം സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഉണ്ടാവും, അത് 1 ആകും. 2 സൈൻ എക്സ് കോസ് എക്സിനെ എനിക്ക് എന്ത് വിളിക്കാം? സൈൻ 2x എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്റർ നോക്കിയേ, ഡിനോമിനേറ്റർ എന്തായിട്ട് മാറി? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്. ഈ സാധനം എന്തായി? ഈ സാധനം എന്തായി? അത് 1 ആയി. 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അത് സൈൻ 2x ആണ്, നമുക്കറിയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ പറ ആൻസർ ആയി. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സിനെ എനിക്ക് എന്ത് വിളിക്കാം? 1 എന്ന് വിളിക്കാം. മൈനസ് 2 സൈൻ എക്സ് കോസ് എക്സിനെ എനിക്ക് എന്ത് വിളിക്കാം? അതിനെ സൈൻ 2x എന്ന് വിളിക്കാം. സൈൻ 2x. ഇനി മുകളിൽ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്യാം. കോസ് എക്സ് മൈനസ് ആൾറെഡി ഇവിടെ കിടപ്പുണ്ട്, ആ മൈനസിന് ഞാൻ ഇങ്ങിട്ടു. ഈ മൈനസിനെ താണ്ട് ഇവന്റെ കൂടെ ഒരു മൈനസ് ഉണ്ട്, ഇവന്റെ കൂടെ ഒരു മൈനസ് ഉണ്ട്. ആ മൈനസ് ഞാൻ എന്ത് ചെയ്യും? അങ്ങ് പുറത്തോട്ട് എടുക്കാൻ പോകും. മൈനസ് ഞാൻ എന്ത് ചെയ്തു? പുറത്തോട്ട് എടുത്തു. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ആ മൈനസ് ഞാൻ എന്ത് ചെയ്തു? പുറത്തോട്ട് എടുത്തു. പുറത്തെടുത്ത് കഴിയുമ്പോൾ അകത്ത് കിടക്കുന്ന എന്താ? കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പൊ എന്ത് വരും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്ന് വരും അല്ലയോ? സോ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ആവും. അതെന്ത് വരും? 1 വരും. പിന്നെ എന്തുകൊണ്ട്? ഒരു മൈനസ് 2 സൈൻ എക്സ് കോസ് എക്സ് ഉണ്ട്. ഓക്കെ ആണോ? ഓക്കെ, അതുപോലെ തന്നെ പ്ലസ് അടുത്ത എന്താ ഇനി കിടക്കുന്നത്? മൈനസ് ഇങ്ങ് പുറത്തെടുത്തു, മൈനസ് മൊത്തത്തിൽ ഇങ്ങ് പുറത്തെടുത്തു. അതുകൊണ്ട് നടുക്ക് എന്താവും? ഇനി പ്ലസ് ആവും, മൈനസ് ഇങ്ങ് വെളി വന്നു. ഓക്കെ, സോ ഇനി എന്താ ഉള്ളത്? അടുത്ത ടൈം എന്താ ഉള്ളത്? സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ. അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് പ്ലസ് 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് കിട്ടും. സോ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സിനെ എനിക്ക് എന്ത് വിളിക്കാം? 1 എന്ന് വിളിക്കാം. ഇനി എന്തുകൊണ്ട്? പ്ലസ് 2 സൈൻ എക്സ് കോസ് എക്സ് പ്ലസ് 2 സൈൻ എക്സ് കോസ് എക്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? മൈനസ് 2 സൈൻ എക്സ് കോസ് എക്സും പ്ലസ് 2 സൈൻ എക്സ് കോസ് എക്സും എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. മുകളിൽ എന്തേ ഉള്ളൂ? 1 + 1 എന്താവും? 2 ആകും. ഇവിടെ ഒരു മൈനസ് ഉണ്ട് അല്ലയോ? സോ മൈനസ് 2 ഡിവൈഡഡ് ബൈ 1 മൈനസ് സൈൻ 2x എന്ന ആൻസർ കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എക്സ്പാൻഡ് ചെയ്തതിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ആദ്യം തനിയെ ഇരുന്ന് ഉറപ്പായിട്ട് ചെയ്ത് നോക്കുക. കാരണം ഇത് എന്ത് ചെയ്യണം? ആൽജിബ്ര ഇതേപോലെ ചെയ്ത് എന്ത് ചെയ്യണം? ശീലമാണോ? കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ സോൾവ് ചെയ്ത് ശീലമായാലേ പെട്ടെന്ന് മൈൻഡിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ട്രെയിൻഡ് ആവുക. ഓക്കെ, ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് എന്ത് ചെയ്യുക? ട്രെയിൻഡ് ആവുക. അപ്പം നിങ്ങൾ സമാധാനത്തെ ആദ്യം എന്ത് ചെയ്യുക? നമ്മൾ എന്താ ഇവിടെ ചെയ്തത്? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. യു ഏതാണെന്ന് കണ്ടുപിടിച്ചു, വി ഏതാണെന്ന് കണ്ടുപിടിച്ചു, ഫോർമുല അപ്ലൈ ചെയ്തു, എടുത്തിട്ടു. ഇനി സിമ്പിൾ സംഭവം എന്ത് ചെയ്തു? ഈ ബ്രാക്കറ്റിൽ കിടക്കുന്നതിനൊക്കെ എന്ത് ചെയ്തു? എക്സ്പാൻഡ് ചെയ്തു. കണ്ടോ? കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുക. ഇവനെ എന്ത് ചെയ്യുക? എക്സ്പാൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സമയം എടുത്തിരുന്നു ചെയ്തു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക?
ക്ലിയർ ചെയ്യുക, ചോദിക്കുക, ക്ലിയർ ചെയ്ത് പോവുക. ഓക്കെ, അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മക്കളെ ഇതാ നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. e raised to x minus tan x divided by cot x minus x raised to n. ഇവിടെ എന്ത് നടക്കുന്നത്? മുകളിൽ ഒരു ഫംഗ്ഷൻ, താഴെ വേറൊരു ഫംഗ്ഷൻ. ഓക്കെ, സോ ആ u/v ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? ചോദിച്ച് ഒരുപാട് തവണ എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇത് സിമ്പിൾ ക്വസ്റ്റ്യനാ, ഇതിന് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? വർക്ക്ഔട്ട് ചെയ്താൽ മതി. മുകളിലൊരു ഫംഗ്ഷൻ u കിടപ്പുണ്ടല്ലേ. സോ u എന്ന് പറഞ്ഞാൽ എന്താ? u ഈസ് ഈക്വൽ ടു e raised to x minus tan x. e raised to x minus tan x. അങ്ങനെയാണെങ്കിൽ u ഡാഷ് പറ. e raised to x ന്റെ ഡെറിവേറ്റീവ് എന്താ? അത് e raised to x തന്നെയാണ്. സോ e raised to x മൈനസ് tan x ന്റെ ഡെറിവേറ്റീവ് എന്താ? tan ന്റെ ഡെറിവേറ്റീവ് sec square x. tan x ന്റെ ഡെറിവേറ്റീവ് എന്താ? sec square x. ഇനി അതുപോലെ v പറയേ. v is equal to എന്താ? v is equal to cot x minus x raised to n. അങ്ങനെയാണെങ്കിൽ v ഡാഷ് പറ. കോട്ടക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? നമുക്കറിയാം ടാനിന്റെ ഡെറിവേറ്റീവ് സീക്ക്. അപ്പൊ കോട്ടിന്റെ ആണെങ്കിലോ ടാന്റെ കോ ഫംഗ്ഷൻ ആ കോട്ട്. അങ്ങനെയാണെങ്കിൽ സീക്കിന് പകരം എന്ത് കിട്ടും? സീക്കിന്റെ കോ ഫംഗ്ഷൻ കൊസീക്ക് കിട്ടും. ഓക്കെ, സോ ടാന്റെ ഡെറിവേറ്റീവ് സീക്ക്, അങ്ങനെയാണെങ്കിൽ കോട്ടിന്റെ ഡെറിവേറ്റീവ് കൊസീക്ക്. സോ കൊസീക്ക് സ്ക്വയർ എക്സ്. ഇനി നമുക്കറിയാം വെറും കൊസീക്ക് സ്ക്വയർ എക്സ് അല്ല, സി ഉണ്ടല്ലേ, സി ഉണ്ട്. സി ഉണ്ടെങ്കിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? മൈനസ് വരും. നമ്മൾ പഠിച്ചില്ലയോ കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? കോസിനകത്ത് സി ഉണ്ടായതുകൊണ്ട് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കിട്ടും? മൈനസ് സൈൻ എക്സ് എന്ന് കിട്ടും. സോ സി മൈനസ്, അത് ഓർത്തിരിക്കാൻ ഒരു എളുപ്പത്തിന് വേണ്ടി പറയുന്നതാ. ഓക്കെ, സോ കോട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് കൊസീക് സ്ക്വയർ എക്സ് മൈനസ് എക്സ് റൈസ് ടു എന്റെ ഡെറിവേറ്റീവ് എന്താ? എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1. അപ്പൊ യു യു ഡാഷ് വി വി ഡാഷ് എല്ലാമായി ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. നമുക്ക് കണ്ടുപിടിക്കാം ഡി വൈ ബൈ ഡി എക്സ് അല്ലെങ്കിൽ എന്താ യു ബൈ വി ദ ഹോൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? യു ഡാഷ് വി മൈനസ് യു വി ഡാഷ്. സോ യു ഡാഷ് വി, യു ഡാഷ് എന്താ? ഇ റൈസ് ടു എക്സ് ഇൻറ്റു അല്ല ഇ റൈസ് ടു എക്സ് മൈനസ് സീക് സ്ക്വയർ എക്സ്. യു ഡാഷ് വി, വി എന്ന് പറഞ്ഞാൽ കോട്ട് എക്സ് മൈനസ് എക്സ് റൈസ് ടു എൻ. യു ഡാഷ് വി മൈനസ് യു വി ഡാഷ്. അടുത്ത ഇനി എന്താ? യു വി ഡാഷ്, യു വി ഡാഷ്. സോ യു എന്താ? ഇ റൈസ് ടു എക്സ് മൈനസ് ടാൻ എക്സ് യു വി ഡാഷ്. വി ഡാഷ് എന്ന് പറഞ്ഞാൽ മൈനസ് കൊസീക് സ്ക്വയർ എക്സ് മൈനസ് എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1. സോ ഈ രണ്ടിലും മൈനസ് ഇല്ല, ആ മൈനസ് ഞാൻ എന്ത് ചെയ്യും? കോമൺ എടുക്കും. അപ്പോൾ ഇതെന്താവും? പ്ലസ് ആവും. സോ ആ മൈനസ് ഈ മൈനസും കൂടെ എന്താവും? പ്ലസ് ആവും. അപ്പം മൈനസ് ഇങ്ങ് പോയി കഴിഞ്ഞാൽ, മൈനസ് ഇങ്ങ് കോമൺ ആയിട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താ ഉള്ളത്? കൊസീക് സ്ക്വയർ എക്സ് പ്ലസ് എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1. ഓക്കെ ആണോ? സോ ഇവിടെ മൈനസ്, ഇവിടെ മൈനസ്. ആ മൈനസിന് ഞാൻ എന്ത് ചെയ്തു? പുറത്തെടുത്തപ്പോഴത്തേക്ക് അത് ഇവിടെ വന്ന് എന്തായി? പ്ലസ് ആയി. ഓക്കെ, ഹോൾ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. വി സ്ക്വയർ എന്താ? കോട്ട് എക്സ് മൈനസ് എക്സ് റൈസ് ടു എൻ ദ ഹോൾ സ്ക്വയർ. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്ത് ആൻസർ ആയിട്ട് ഫർദർ സിംപ്ലിഫിക്കേഷൻ ഒന്നുമില്ല. ഓപ്ഷൻസിനകത്തുള്ളത് ഒരു ഓപ്ഷൻ എന്താണ്? ഇത് തന്നെയാണ് ഒരു ഓപ്ഷൻ. ഓക്കെ, അപ്പൊ രണ്ടും മൂന്നാമത്തെ ഓപ്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് പ്ലസും മൈനസും ഒക്കെ ഇട്ട് തലതിരിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ തരും. ഓക്കെ, ടേംസ് എല്ലാം ഇത് തന്നെയായിരിക്കും. ഇടയ്ക്കുള്ള പ്ലസും മൈനസും ഒക്കെ എന്ത് ചെയ്യും? തലതിരിച്ച് തരും. അപ്പം ഓപ്ഷൻസ് എല്ലാം ഒരേപോലെ ഇരിക്കും നിങ്ങൾ കാണുമ്പം. അപ്പോൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക? ആൻസർ കിട്ടിയതിന് ശേഷം തറവായിട്ട് ചെക്ക് ചെയ്യുക. ഓക്കെ, ഓരോ ടേംസിലുമുള്ള പ്ലസും മൈനസും ഒക്കെ തറവായിട്ട് ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഓപ്ഷൻ ടിക്ക് ചെയ്യുക. ഓക്കെ ഓക്കെ ഓക്കേടാ. ഈ ക്വസ്റ്റ്യൻ എന്താ നിൽക്കുന്നത്? എ എക്സ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ പി എക്സ് സ്ക്വയർ പ്ലസ് ക്യു എക്സ് പ്ലസ് ആർ. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് നിൽക്കുന്നത്. നമുക്ക് നേരത്തെ പോലെ തന്നെ യു ബൈ വി ഫോമിൽ കിടക്കുന്ന ഒരു ഫംഗ്ഷൻ. സോ നമ്മൾ എന്ത് ചെയ്യും? യു എഴുതും, വി എഴുതും, യു ഡാഷ് എഴുതും, വി ഡാഷ് എഴുതും. ഓക്കെ, തൊട്ട് മുന്നേ ചെയ്ത രണ്ട് ക്വസ്റ്റ്യൻ പോലെ തന്നെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ യു എന്താ? യു ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. എ എക്സ് പ്ലസ് ബി. യു ഡാഷ് എന്തായിരിക്കും? എ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എ ആണ്. ബിയുടെ ഡെറിവേറ്റീവ് എന്താവും? 0 ആയിപ്പോവും. സോ യു ഡാഷ് എ എന്ന് കിട്ടി. വി എന്താ ഇനി? വി എന്ന് പറഞ്ഞാൽ പി എച്ച് സ്ക്വയർ പ്ലസ് ക്യു എച്ച് പ്ലസ് ആർ. പി എച്ച് സ്ക്വയർ പ്ലസ് ക്യു എച്ച് പ്ലസ് ആർ. വി ഡാഷ് എന്ത് കിട്ടും? വി ഡാഷ് ഈസ് ഈക്വൽ ടു പി എച്ച് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്, പി കോൺസ്റ്റന്റ് ആണ്, അതേപോലെ ഇടുക. എച്ച് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. സോ 2px എന്ന് കിട്ടും പ്ലസ് ക്യു എക്സിന്റെ ഡെറിവേറ്റീവ് ക്യൂ എന്ന് കിട്ടും. ആറിന്റെ ഡെറിവേറ്റീവ് 0 ആയി പോകും. സോ ആൾക്കാരെ എല്ലാം കിട്ടി. നമുക്കിനി ഡി വൈ ബൈ ഡി എക്സ് എഴുതാം. dy by dx which is equal to u dash v, അതായത് a into v എന്താ? p x square plus q x plus r.
യു ഡാഷ് വി മൈനസ് യു വി ഡാഷ്, അതായത് എ എക്സ് പ്ലസ് ബി ഇൻറ്റു വി ഡാഷ്. വി ഡാഷ് എന്ന് പറഞ്ഞാൽ 2px പ്ലസ് ക്യൂ. ഓക്കെ ആണോ? ഓക്കെ. ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്തുണ്ട്? വി സ്ക്വയർ ഉണ്ട്, അതായത് പി എച്ച് സ്ക്വയർ പ്ലസ് ക്യൂ എച്ച് പ്ലസ് ആർ. ഓക്കെ. അപ്പോൾ ഓപ്ഷനിൽ ഇങ്ങനെ ഉണ്ടോ എന്ന് നോക്കുക. ഓപ്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫർദർ സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഓപ്ഷനിൽ ഇങ്ങനെ ഇല്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകും? ഇനി ഫർദർ സിംപ്ലിഫൈ ചെയ്യാൻ പോകും. ഫർദർ സിംപ്ലിഫൈ ഒന്നുമില്ല, ഇതിനെ എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഏതെങ്കിലുമൊക്കെ ടേംസ് എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. സിംപ്ലിഫൈഡ് ആയിട്ടൊരു ഫോം കിട്ടും നമുക്ക്. ഓക്കെ. സോ നോക്കാം, സിംപ്ലിഫൈ ചെയ്യാം. ഇതിനെ എ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? എ പി എച്ച് സ്ക്വയർ പ്ലസ് എ ക്യൂ എച്ച് പ്ലസ് എ ഇൻറ്റു ആർ മൈനസ്. ഇനി മൈനസ് കഴിഞ്ഞിട്ട് ഈ രണ്ട് ടേം മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുക. മൈനസിന് ഞാൻ എന്ത് ചെയ്തു? എല്ലാവർക്കും കോമൺ ആയിട്ട് ഇവിടെ ഇങ്ങനെ എഴുതിയേക്കുക. കണ്ടോ? ഈ മൈനസ് ആർക്കും കോമൺ ആയി, ഇവനും കോമൺ ആയിട്ടുള്ള മൈനസാണ്. ഇതിന് ഒറ്റ ടേം ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യാൻ പോവാം. സോ മൈനസ് എഴുതി. ഇനി ഇതിനെ എന്ത് ചെയ്യാൻ പോവാം? ഓപ്പൺ ചെയ്യാൻ പോവാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എ എക്സ് ഇൻറ്റു 2px. എ എക്സ് ഇൻറ്റു 2px. അപ്പം എന്ത് കിട്ടും? 2a p സ്ക്വയർ എന്ന് കിട്ടും. അടുത്തത് എ എക്സ് ഇൻറ്റു ക്യൂ. അപ്പം എന്ത് കിട്ടും? എ ക്യൂ എക്സ് എന്ന് കിട്ടും. ഇനി ബി കൊണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2b പി എക്സ് എന്ന് കിട്ടും. അടുത്തത് ബി ഇൻറ്റു ക്യൂ എന്ന് കിട്ടും. സോ പ്ലസ് ബി ക്യൂ എന്ന് കിട്ടും. ദ ഹോൾ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? വി സ്ക്വയർ അല്ലേ? സോ ഇവിടെ സ്ക്വയർ ഉണ്ട്. പി എച്ച് സ്ക്വയർ പ്ലസ് ക്യൂ എച്ച് പ്ലസ് ആർ ദ ഹോൾ സ്ക്വയർ. ഓക്കെ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇനി ഇതാ നോക്കിയേ, എ പി എച്ച് സ്ക്വയർ ഉണ്ട്. ഇവിടെ ഒരു മൈനസ് അകത്തോട്ട് എത്തി കഴിഞ്ഞാൽ ഓരോ ടേമിനും മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? മൈനസ് 2a p എച്ച് സ്ക്വയർ ആവും. മൈനസ് 2a p എച്ച് സ്ക്വയർ പ്ലസ് എ പി എച്ച് സ്ക്വയർ. ഓക്കെ. അതായത് എ പി എച്ച് സ്ക്വയറിൽ നിന്നും 2a p എച്ച് സ്ക്വയർ എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പം എനിക്ക് എന്ത് കിട്ടും? മൈനസ് എ പി എച്ച് സ്ക്വയർ എന്ന് കിട്ടും അല്ലേ? 1 മൈനസ് 2 എന്ന് ആലോചിച്ചാൽ മതി. 1 മൈനസ് 2 എത്ര? -1. ഓക്കെ. സോ മൈനസ് എ പി എച്ച് സ്ക്വയർ കിട്ടും. ഇനി ഏതെങ്കിലും ക്യാൻസൽ ആവുമോ? ഇവിടെ ഒരു എ ക്യു എച്ച് ഉണ്ട്. ഈ മൈനസ് അകത്തോട്ട് വരുമ്പോൾ ഇതെന്താവും? മൈനസ് എ ക്യു എച്ച് ആവും. സോ അത് രണ്ടും എന്ത് ചെയ്യും? കട്ടായി പോകില്ലയോ? സോ ഈ എ ക്യു എച്ചും ഈ മൈനസിന് അകത്തോട്ട് വരുമ്പോൾ ഈ മൈനസ് എ ക്യു എച്ചും എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. ഇനി ഇവിടെ എന്തുകൊണ്ട്? ഒരു എ ആർ ഉണ്ട്. അകത്ത് എ ആർ ഒന്നുമില്ല. സോ ക്യാൻസൽ ആവാൻ എ ആർ ഒന്നുമില്ല. പ്ലസ് അടുത്ത ടൈം എന്താ? ഒരു എ ആർ ഉണ്ട്. പ്ലസ് എ ആർ. ഇനി അടുത്തത് ഈ മൈനസ് അകത്തോട്ട് കയറ്റുമ്പോൾ ഈ ടേമിനെ നമ്മൾ ആൾറെഡി കൺസിഡർ ചെയ്തു, ഇതിനെയും കൺസിഡർ ചെയ്തു. മൈനസ് അകത്തോട്ട് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് 2b p എക്സ് മൈനസ് ബി ക്യൂ ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്തെന്ന് കിട്ടും? പി എച്ച് സ്ക്വയർ പ്ലസ് ക്യൂ എച്ച് പ്ലസ് ആർ ദ ഹോൾ സ്ക്വയർ. സോ ഇതാണ് നമ്മുടെ എന്തെന്ന് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇനി ഫർദർ സിംപ്ലിഫിക്കേഷൻ ഒന്നും പോസിബിൾ അല്ല. സിംപ്ലിഫൈഡ് ഫോമിൽ കിട്ടി. ഇത് തന്നെയാണ് എന്തോന്ന് നമ്മുടെ ഓപ്ഷനിലെ റൈറ്റ് ആൻസർ. ഓക്കെ. അപ്പോൾ ഓപ്ഷൻസ് ഞാനിവിടെ കൊടുത്തിട്ടില്ല. ഓപ്ഷൻസും കൂടെ കൊടുത്ത് ആ ബോർഡ് നിറയ്ക്കേണ്ടത് എനിക്ക് എഴുതാൻ സ്ഥലം വേണ്ടേ? അതുകൊണ്ട് ഞാൻ ഓപ്ഷൻസ് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തതാ? എക്സ്ക്ലൂഡ് ചെയ്തതാ. സോ ഇതാണ് നമ്മുടെ എന്തോന്ന് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ. ഓക്കെ. സോ ഫർദർ ക്വസ്റ്റ്യൻസ്, ഇതുപോലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻ സെറ്റും ഒക്കെ വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുക? നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനത്തുള്ള മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആവുന്നതായിരിക്കും. ഓക്കെ. ഓക്കെ. അപ്പം മക്കളെ മനസ്സിലായോ? ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലായോ? ഓക്കെ ആണേ? ഓക്കെ. ഓക്കെ. നമുക്ക് ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ ഇന്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 6 ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. ഓക്കെ. സോ ഒരു കണ്ടീഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുമ്പോഴാണ് ഈ തന്നേക്കുന്ന ഫംഗ്ഷൻ സ്ട്രിക്ട്ലി എന്താവുന്നത്? ഇൻക്രീസിങ് ആവുന്നതെന്ന്. നമുക്കറിയാം, സ്ട്രിക്ട്ലി ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ ഒക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് ആരും ഉപയോഗിക്കാൻ പറ്റും? നമ്മുടെ ഡെറിവേറ്റീവ്സിന് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും. ഇതാ നോക്കിയോ, ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞു തരാം. ഇതാ നോക്കിയേ, ഇവിടെ എൻ്റെ കയ്യിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ എൻ്റെ കയ്യിൽ എന്തുണ്ടെന്ന് വിചാരിക്കുക? ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ. നമുക്കറിയാം ഈ ഫംഗ്ഷൻ താണ്ടേ ഇവിടൊക്കെ എന്ത് ചെയ്യുക? ഇങ്ങനെ ഇൻക്രീസ് ആയി പൊയ്ക്കൊണ്ടിരിക്കുമല്ലോ. എക്സ് കിട്ടുന്നതിനനുസരിച്ച് വൈയുടെ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? എക്സ് കൂടുന്നതിനനുസരിച്ച് വൈയുടെ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കൂടിക്കൊണ്ടിരിക്കുക. ഇനി ഞാൻ വേറൊരു ഫംഗ്ഷൻ വരച്ചു തരാം. കൂടി കുറഞ്ഞു ഇങ്ങനെ പോയി പിന്നെയും കൂടി ഇങ്ങനെ പോവാന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഫംഗ്ഷൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു ഇന്റർവെല്ല് വരെ ഫംഗ്ഷൻ എന്ത് ചെയ്തു?
ഇൻക്രീസ് ചെയ്ത്. അപ്പോൾ എനിക്ക് പറയാം 0 മുതൽ ഈ ഒരു ഇന്റർവെൽ വരെ ഫംഗ്ഷൻ എന്ത് ചെയ്യുക, ആ ഒരു ഇന്റർവെല്ലാണ് കൺസിഡർ ചെയ്യുന്നെങ്കിൽ ആ ഇന്റർവെൽ വരെ ഫംഗ്ഷൻ എന്ത് ചെയ്യുക, സ്ട്രിക്ട്ലി ഇൻക്രീസ് ചെയ്യുക. പക്ഷേ ടോട്ടൽ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണോ? അല്ല. ഒരു ഇന്റർവെൽ പറഞ്ഞിട്ടില്ല എങ്കിൽ ഈ രണ്ടാമത് വന്നിരിക്കുന്ന ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണോ? അല്ല. അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഒരു പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ മാക്സിമം എത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഒരു പോയിന്റ് അത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മിനിമം വാല്യൂ എത്തുന്നുണ്ട്, ഒരു ലോക്കൽ മിനിമം വാല്യൂ എത്തുന്നുണ്ട്, വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ടോട്ടൽ ഫംഗ്ഷനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതെന്തല്ല, സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ ഒരു റേഞ്ച് പറയുകയാണെങ്കിൽ ആ റേഞ്ചിൽ ആ ഫംഗ്ഷൻ എന്താ, സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണ്. ഇനി ഞാൻ ഇവിടം മുതൽ ഇവിടം വരെയുള്ള റേഞ്ച് പറയുകയാണെങ്കിലോ, ഈ റേഞ്ചാ പറയുന്നെങ്കിലോ, അവിടെ ഫംഗ്ഷൻ എന്താ, സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആണ്. കണ്ടോ, ഫംഗ്ഷന്റെ വാല്യൂ എക്സ് കൂടുന്നതിനനുസരിച്ച് വൈയുടെ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള ഇന്റർവെല് കഴിഞ്ഞാലോ ഈ ഫംഗ്ഷൻ ഇനി ഇതാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യുക, ഈ ഒരു പോയിന്റിന് ശേഷം ഫംഗ്ഷൻ എന്ത് ചെയ്യുക, സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. അതിനി താഴ്ന്നില്ലെന്ന് വിചാരിക്കുക, ഫംഗ്ഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പറയാം ഈ ഒരു പോയിന്റിന് അപ്പുറത്തോട്ട് ഈ ഫംഗ്ഷൻ എന്താണ്, സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെന്ന് പറയാം. അപ്പോൾ ഐഡിയ മനസ്സിലായോ? സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്താണ്, സ്ട്രിക്ട്ലി ഡിക്രീസിങ് എന്താണ്, ജസ്റ്റ് ഇൻക്രീസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിക്രീസിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഐഡിയ മനസ്സിലായി. ഇനി നമുക്കിവിടെ എങ്ങനെയാണ് നമ്മുടെ ഡെറിവേറ്റീവ്സിന് ഇവിടെ യൂസ് ചെയ്യുന്നത് നോക്കാം. നമുക്കറിയാം ദാണ്ട് ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെങ്കിൽ ഇതാ നോക്കിയേ, ഏതെങ്കിലും ഒരു പോയിന്റിലെ സ്ലോപ്പ് എടുക്കുക. ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്തെടുക്കുക, സ്ലോപ്പ് എടുക്കുക. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്ലോപ്പിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, dy/dx എന്ന് വിളിച്ചത്. ഡെറിവേറ്റീവ് എന്ന് നമ്മൾ വിളിച്ചത് ആരെയാ, സ്ലോപ്പിനെ അല്ലേ. dy/dx എന്ന് പറഞ്ഞാൽ എന്താ, ചേഞ്ച് ഇൻ y ആക്സിസ് ബൈ ചേഞ്ച് ഇൻ x ആക്സിസ് അല്ലയോ. dy/dx അത് എന്ത് തന്നെയാ, അത് ടാൻ തീറ്റ തന്നെയാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിച്ചു, സ്ലോപ്പ് എന്ന് വിളിച്ചു. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാ, പഠിച്ചിട്ടുള്ളതാ അല്ലേ. ചേഞ്ച് ഇൻ y ആക്സിസ് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ x ആക്സിസ്, dy/dx. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, അതെന്താ, ടാൻ തീറ്റ. ടാൻ തീറ്റയെ നമ്മൾ എന്ത് വിളിച്ചത്, സ്ലോപ്പ് എന്ന് വിളിച്ചത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടേ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ പറ, സ്ലോപ്പ് പോസിറ്റീവ് കണ്ടോ, ഇവിടെ ഏറ്റം കയറുക. ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുമ്പോൾ സ്ലോപ്പ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് പറയാം ആ ഫംഗ്ഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ അതാണ് ഈ പോയിന്റ് നോക്കിയേ, ഇവിടെ ഒരു സ്ലോപ്പ് വരച്ചാൽ ഇറക്കമല്ലേ വരുന്നത്, അതായത് സ്ലോപ്പ് എന്താ, നെഗറ്റീവ് അല്ലേ. സോ സ്ലോപ്പ് നെഗറ്റീവ് ആണെങ്കിൽ പറയാം ഫംഗ്ഷൻ എന്താ, ഡിക്രീസിങ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. സ്ലോപ്പ് പോസിറ്റീവ് ആണ്, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണ്. ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് പറയാം ഫംഗ്ഷൻ എന്താ, ഇൻക്രീസിങ്. ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് പറയാം ഫംഗ്ഷൻ എന്താ, ഡിക്രീസിങ്. അപ്പോൾ കോൺസെപ്റ്റ് ക്ലിയർ ആയി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫംഗ്ഷനിലോട്ട് പോവാം. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താ, f of x = h² - 4x + 6 എന്നാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ f dash of x എന്താ, f dash of x എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് എടു 2x - 4. ഓക്കെ, 2x - 4. ഇതെപ്പോഴും എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. അതായത് ഗ്രേറ്റർ ദാൻ എന്തോ ആയിരിക്കണം, 0 ആയിരിക്കണം. അപ്പൊ ഇത് ഗ്രേറ്റർ ദാൻ 0 ആവാനുള്ള കണ്ടീഷൻ എന്താ, 2x - 4 ഗ്രേറ്റർ ദാൻ 0 ആവാനുള്ള കണ്ടീഷൻ എന്താ, +4 കൊണ്ട് രണ്ട് സൈഡിൽ ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടും 2x ഗ്രേറ്റർ ദാൻ എന്തെന്ന് കിട്ടും, 4 എന്ന് കിട്ടും. x ഗ്രേറ്റർ ദാൻ എന്തെന്ന് കിട്ടും, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. x ഗ്രേറ്റർ ദാൻ എന്തെന്ന് കിട്ടും, 2 എന്ന് കിട്ടും. അതായത് എക്സിന് 2ന് മേളിലുള്ള ഒരു വാല്യൂ കൊടുക്കാന്ന് വിചാരിക്കാം. എക്സിന് 2 എടുത്താൽ നമുക്കറിയാം എന്തായി പോകും, 0 ആയി പോകും. 2 എടുത്താൽ എന്തായി പോകും, 0 ആയി പോകും. നമുക്കറിയാം സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണോ എന്ത് ചെയ്യണം, ഫംഗ്ഷൻ എപ്പോഴും f dash of x എപ്പോഴും എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. കണ്ടീഷൻ അതാ. ഓക്കെ, സോ എക്സ് ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ f dash of x എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 2ന് പകരം എക്സിന് 2വിനേക്കാൾ വലിയൊരു വാല്യൂ കൊടുക്കുക, 3 കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും, 2 × 3 എത്ര കിട്ടും, 6 - 4 പോസിറ്റീവാ. അടുത്തൊരു വാല്യൂ ഇട് 4, 8 - 4 പോസിറ്റീവാ. അടുത്തൊരു വാല്യൂ ഇട് 5, 10 - 4 പോസിറ്റീവാ. സോ എക്സിന് 2വിനേക്കാൾ വേറൊരു വലിയൊരു വാല്യൂ ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും f dash of x എന്തായിട്ട് നിൽക്കും, പോസിറ്റീവായിട്ട് നിൽക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി എക്സ് 2 എന്ന് പറയുന്ന പോയിന്റിന് അപ്പുറത്തോട്ട് പോവുകയാണെങ്കിൽ, 2 എന്ന് പറയുന്ന പോയിന്റിന് അപ്പുറത്തോട്ട് പോവുകയാണെങ്കിൽ ഫംഗ്ഷൻ എന്ത് ചെയ്യത്തേ ഉള്ളൂ, ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകത്തേ ഉള്ളൂ. ഏത് പോയിന്റ് സ്ലോപ്പ് എടുത്താലും അതെന്തായിരിക്കും, ഒരു പോസിറ്റീവ് സ്ലോപ്പ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഓക്കെ, അതിനർത്ഥം എന്താ, 2വിന് മുകളിലോട്ട് ഫംഗ്ഷൻ എന്താണ്, സ്ട്രിക്റ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. സോ നമ്മുടെ ഓപ്ഷൻ എന്താ ഇവിടെ, നമ്മുടെ റൈറ്റ് ഓപ്ഷൻ എക്സ് ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ എന്താണ്, ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ, ഫംഗ്ഷന്റെ ഏറ്റവും മാക്സിമം വാല്യൂ അല്ലെങ്കിൽ മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, കണ്ടോ മാക്സിമം ഏതോ ഒരു പോയിന്റ് ഒരു മാക്സിമം ഉണ്ടായിട്ടുണ്ട്. ആ മാക്സിമം കണ്ടുപിടിക്കാൻ ഒരു ലോക്കൽ മാക്സിമം ഉണ്ടായിട്ടുണ്ട്. ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു റേഞ്ചിനിടയ്ക്ക് നമ്പർ ഞാൻ പറയാം, ഈ 1നും 2നും ഇടയ്ക്ക്
അല്ല 0ക്കും 2നും ഇടയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മാക്സിമം പോയിന്റ് ഇവിടെ വന്നിട്ടുണ്ട്. ആ മാക്സിമത്തിൽ സ്ലോപ്പ് എന്താ, അതുകൊണ്ട് ഇങ്ങനെയല്ലയോ, അതായത് സ്ലോപ്പ് എന്താ 0 അല്ലേ. എഫ് ഡാഷ് ഓഫ് എക്സ് അപ്പോൾ എന്തിന് ഇക്വേറ്റ് ചെയ്താൽ മതി, 0ക്ക് ഇക്വേറ്റ് ചെയ്താൽ മതി, ഈ പോയിന്റ് ഏതാന്ന് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ. സോ ആ കോൺസെപ്റ്റൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ ചെയ്യാം. ഞാൻ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ കോൺസെപ്റ്റുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ NCERT-യിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ. ഓക്കെ. സോ നോക്കിക്കേ, ഇവിടെ നമുക്ക് എന്താ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്, ദ ഫംഗ്ഷൻ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3x + 17 ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണോ, സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആണോ, അതോ ജസ്റ്റ് ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ എന്ന് ചോദിച്ചിരിക്കുക. നമുക്ക് നോക്കാം. ഞാൻ നോക്കിയാൽ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് പറ, എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും അല്ലേ. 3x-ന്റെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും, 17 കോൺസ്റ്റന്റ് 0. ഓക്കെ. സോ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് കിട്ടി, 3 എന്ന് കിട്ടി. അതായത് എക്സിന് ഏത് വാല്യൂ കൊടുത്താലും എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് തന്നെയാണ്, 3 തന്നെയാണ്. അതായത് സ്ലോപ്പ് എപ്പോഴും എന്ത് തന്നെയാണ്, കോൺസ്റ്റന്റ് തന്നെ, അത് എപ്പോഴും എന്ത് തന്നെയാണ്, 3 തന്നെയാണ്. എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ സ്ലോപ്പ് എപ്പോഴും എന്തായിട്ട് തന്നെ നിൽക്കുക, 3 ആയിട്ട് തന്നെ നിൽക്കുക. അതൊരു പോസിറ്റീവ് വാല്യൂ, ഇത് എപ്പോഴും എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതായത് എക്സിന് ഏത് വാല്യൂ എന്നായാലും ഫംഗ്ഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എക്സിന് ഏത് വാല്യൂ ആണെങ്കിലും ഫംഗ്ഷന്റെ വാല്യൂ എപ്പോഴും എന്താ, 0യേക്കാൾ വലുതായിരിക്കും. അത് എന്തായിരിക്കും, 3 ആയിരിക്കും. അതായത് അതിന്റെ മീനിങ് എന്താ, എക്സിന് നീ ഏത് വാല്യൂ കൊടുത്തോ ഫംഗ്ഷൻ എന്തായിരിക്കും, ഇൻക്രീസിങ് ആയിരിക്കും. ഫംഗ്ഷൻ എപ്പോഴും എന്ത് ചെയ്തേ ഉള്ളൂ, ഇൻക്രീസ് ചെയ്ത് പോകത്തേ ഉള്ളൂ. അപ്പം നമുക്ക് പറയാം ഇതെന്താ, സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെന്ന് പറയും. ഇതെന്താ, സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെന്ന് പറയും ഈ ഫംഗ്ഷൻ, സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. ഓക്കെ. സോ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആയിരിക്കും ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണ്. ഓക്കെ. ഇനി സ്ട്രിക്ട്ലി ഇൻക്രീസിങ് അല്ലായിരുന്നെങ്കിലോ, എപ്പോഴെങ്കിലും എഫ് ഡാഷ് ഓഫ് എക്സിന് 0 വരുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് കണ്ടേനെ, നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴായാലും നമുക്കറിയാം അതെന്താ കിട്ടിയത്, 2x -4 എന്നാണ് കിട്ടിയത് എഫ് ഡാഷ് ഓഫ് എക്സ്. നമുക്കറിയാം എക്സിന് 2 എടുത്തു കഴിഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താവുന്നുണ്ട്, 0 ആവുന്നുണ്ട്. അതായത് 2 എന്ന് പറയുന്ന പോയിന്റിൽ അത് എന്തോ മിനിമത്തിലോ മാക്സിമത്തിലോ എന്തോ എത്തുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് അത് എന്ത് ചെയ്യാൻ പോകുന്നത്, പിന്നെ ഇൻക്രീസ് ചെയ്ത് പോകാൻ പോകുന്നത്. 2ന് ശേഷം 2 കഴിഞ്ഞിട്ടുള്ള പോയിന്റുകളിലെല്ലാം അതെന്താ, സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. അപ്പോൾ എൻ്റെ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ അതെന്തല്ല, സ്ട്രിക്ട്ലി ഇൻക്രീസിങ് അല്ല. കാരണം 2 എന്ന് പറയുന്ന പോയിന്റിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താവുന്നുണ്ട്, 0 ആവുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാൻ പറ്റത്തില്ല. എൻ്റെ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാൻ പറ്റത്തില്ല. പക്ഷേ 2ന് ശേഷം ആ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് പറയാം, സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണെന്ന് നമുക്ക് പറയാം. തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത എക്സാമ്പിൾ അല്ലേ, നമ്മൾ കണ്ടത് അത് ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ. ഓക്കെ. സോ ഇവിടെ പക്ഷേ എന്താ, ഇവിടെ കണ്ടീഷൻ എന്താ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എഫ് ഡാഷ് ഓഫ് എക്സ് എപ്പോഴും എന്ത് തന്നെയാണ്, 3 തന്നെയാണ്, ആൾവേസ് പോസിറ്റീവ് ആണ്. സോ എന്തായിരിക്കും, ഇത് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആയിരിക്കും. ഓക്കെ. The function given by f of x is equal to e raised to 2x is അത് ഇൻക്രീസിംഗ് ആണോ, സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആണോ, സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണോ, അതോ ജസ്റ്റ് ഡിക്രീസിംഗ് ആണോ. നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പറ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താ, ഇ റൈസ് ടു 2x ഡെറിവേറ്റീവ് എന്താ, ഇ റൈസ് ടു 2x ഇൻറ്റു എന്തുണ്ട്, ഇ റൈസ് ടു 2x ഇൻറ്റു 2 ഉണ്ട്. സോ ഇ റൈസ് ടു 2x ഇൻറ്റു എന്തുണ്ട്, 2 ഉണ്ട്. സോ 2e raised to 2x എന്ന് കിട്ടും. ഇനി നമുക്കറിയാം എഫ് ഡാഷ് ഓഫ് എക്സ് കിട്ടി. ഇനി എനിക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, എന്താ, ഇ റൈസ് ടു 2x എന്ന് പറയുന്നത് എപ്പോഴും എന്താ, ഇ റൈസ് ടു 2x എപ്പോഴും എന്തായിരിക്കും, ഒരു പോസിറ്റീവ് ആയിരിക്കും ഫോർ ഓൾ എക്സ്. ഓക്കെ. സോ ഇ റൈസ് ടു 2x എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. എക്സ് എന്തോ ആയിക്കോട്ടെ, എക്സ് പോസിറ്റീവ് ആയിക്കോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ, എക്സ് എന്തോ ആയിക്കോട്ടെ, ഇ റൈസ് ടു 2x എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. നമുക്കറിയാം ഇ റൈസ് ടു 2x, ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.something എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്. അതേ റൈസ് ടു സം നമ്പർ വന്നു കഴിഞ്ഞാൽ അത് എപ്പോഴും എന്തായിരിക്കും, അതൊരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്, തരാൻ പോകുന്നത്. ഓക്കെ ആണോ. ഓക്കെ. സോ ഇ റൈസ് ടു ഫംഗ്ഷൻ, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഇ റൈസ് ടു സംതിങ് എന്ന് പറഞ്ഞാൽ ആൾവേസ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഇത് 0 ആവുന്ന കണ്ടീഷൻ എന്തില്ല, നമ്മുടെ കയ്യിലില്ല. ഇത് 0 ആവത്തില്ല. ഓക്കെ. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താ, ഇ റൈസ് ടു 2x ആൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അങ്ങനെയാണെങ്കിൽ 2 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, 2 എന്ന് പറയുന്നതും ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ 2 ഇൻറ്റു ഇ റൈസ് ടു 2x എപ്പോഴും എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും അല്ലേ. ഇ റൈസ് ടു 2x 0 ഗ്രേറ്റർ ദാൻ 0 ആണ്, ആൾവേസ് അതെന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. 2 എന്ന് പറയുന്നതും 0യേക്കാൾ വലിയൊരു നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ 2 ഇൻറ്റു ഇ റൈസ് ടു x എന്തായിരിക്കും, അതൊരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഇതൊരു പോസിറ്റീവാണ്, ഇതൊരു പോസിറ്റീവാണ്. സോ രണ്ട് പോസിറ്റീവ് വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, വേറൊരു പോസിറ്റീവ് വാല്യൂ കിട്ടും. ഓക്കെ. സോ അതും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം എഫ് ഡാഷ് ഓഫ് എക്സ് എപ്പോഴും എന്താ, ഗ്രേറ്റർ ദാൻ 0 ആണ്, അത് ആൾവേസ് പോസിറ്റീവ് ആണ്. നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. എന്തായിരിക്കും, സ്ട്രിക്ട്ലി
ഇൻക്രീസിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ. ഇനി ഇതാണ്ട് എൻ്റെ കയ്യിൽ വേറൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. എൻ്റെ കയ്യിൽ വേറൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് 2x എന്നായിരുന്നു വിചാരിക്കുക ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് കിട്ടും? എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് 2x ഇൻറ്റു -2 എന്ന് കിട്ടും. അതായത് -2 ഇൻറ്റു ഇ റൈസ് ടു -2x എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇവിടെ നോക്കിയേ, എനിക്കറിയാം ഇ റൈസ് ടു -2x എപ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. കാരണം എന്താ? ഇ റൈസ് ടു -2x എന്ന് പറഞ്ഞാൽ എന്താ? 1/e റൈസ് ടു 2x ആണ്. അതെന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 തന്നെയാണ്. കണ്ടോ? ഇ റൈസ് ടു -2x എനിക്ക് എങ്ങനെ എഴുതാം? 1/e റൈസ് ടു 2x എന്ന് എഴുതി കൂടെ? 1/, ഒരു സാധനം 1/, ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? അത് വളരെ ചെറിയൊരു നമ്പർ ആയിരിക്കും. പക്ഷെ അത് ആൾവേസ് എന്തായിരിക്കും? അതൊരു പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അതെന്തൊരു വാല്യൂ ആയിരിക്കും? അതൊരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും ഉറപ്പായിട്ടും. സോ ഇതെപ്പോഴും 0 വലുതാണ്. ഇനി ഇതാ നോക്കിയേ, -2 എന്ന് പറയുന്നതോ? -2 എന്ന് പറഞ്ഞാൽ എന്താ? 0 ചെറുതാണ്. അപ്പോൾ ഒന്ന് പോസിറ്റീവാണ്, ഒന്ന് എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ ഒരു നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും? ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്, ഇല്ലയോ? -2 എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് നമ്പറാണ്. ഇ റൈസ് ടു -2x എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്ത് തന്നെയാണ്? അതൊരു പോസിറ്റീവാണ്. സോ ഇത് പോസിറ്റീവ് ആണ്, ഇതെന്താണ്? നെഗറ്റീവ് ആണ്. ഇവൻ എന്താണ്? നെഗറ്റീവ് ആണ്. സോ ഒരു പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്തായിരിക്കും? ആൾവേസ് നെഗറ്റീവ് ആയിരിക്കും. സോ എഫ് ഡാഷ് ഓഫ് എക്സ് എന്തായിരിക്കും? എപ്പോഴും ലെസ് ദാൻ 0 ആയിരിക്കും. കണ്ടോ? ഇവിടെ ഇ റൈസ് ടു -2x പോസിറ്റീവ്, അതെനിക്കറിയാം. ഇ റൈസ് ടു -2x എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആണ്. പക്ഷെ -2 എന്താ? ഒരു നെഗറ്റീവ് നമ്പറാണ്. സോ ഒരു നെഗറ്റീവ് നമ്പർ ഇൻറ്റു ഒരു പോസിറ്റീവ് നമ്പർ നമുക്ക് ആൻസർ കിട്ടുന്നത് എന്തായിരിക്കും? ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും. ഓക്കെ, സോ എഫ് ഡാഷ് ഓഫ് എക്സ് എന്തായിരിക്കും? ലെസ് ദാൻ 0 ആയിരിക്കും. അപ്പോൾ ഈ കണ്ടീഷനിൽ നമുക്ക് പറയാം ഇതെന്താ? സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണെന്ന് പറയാം. ഓക്കെ, ഈ കേസ് നമുക്ക് പറയാം ഇത് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണെന്ന് പറയാം. അപ്പോൾ ഇതും കൂടെ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതിൻ്റെ ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ ദാണ്ടെ ഏകദേശം ഇങ്ങനെ ഇരിക്കും അതിൻ്റെ ഗ്രാഫ്. കണ്ടോ? ഡിക്രീസിങ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇങ്ങനെ ഇരിക്കും. ഇ റൈസ് ടു -2x ഗ്രാഫ് ഇങ്ങനെ ഇരിക്കും. ഇ റൈസ് ടു എക്സിൻ്റെ ഗ്രാഫ് നേരെ തിരിച്ചിങ്ങനെ ഇരിക്കും. ഇത് ഇ റൈസ് ടു 2x ഗ്രാഫ്, ഇത് ഇ റൈസ് ടു -2x ഗ്രാഫ്. കണ്ടോ? -2x കണ്ടോ? ഡിക്രീസിങ് ആയിട്ട് വരിക. ഇത് ഇ റൈസ് ടു 2x, ഇത് കണ്ടോ? ഇൻക്രീസിങ് ആയിട്ട് പോവുക. ഓക്കെ. സോ ഇത് 0 ടച്ച് ചെയ്യത്തില്ല. y എന്ന് പറയുന്ന വാല്യൂ എന്താവത്തില്ല? 0 ടച്ച് ചെയ്യത്തില്ല, ഇങ്ങനെ പോകും. അതുകൊണ്ട് നമുക്ക് പറയാം എന്താ? അത് മിനിമം പോയിന്റ് ഒന്നുമില്ല. അതെന്താ? ഇത് ഇ റൈസ് ടു 2x സ്ട്രിക്ട്ലി ഇൻക്രീസിങ്ങും -2x സ്ട്രിക്ട്ലി ഡിക്രീസിങ്ങും. ഓക്കെ. നമുക്കിവിടെ എന്താ തന്നിരിക്കുന്നത്? ഇഫ് എക്സ് റൈസ് ടു എം ഇൻറ്റു വൈ റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ദ ഹോൾ റൈസ് ടു എം പ്ലസ് എൻ ദെൻ വാട്ട് ഈസ് ഡി വൈ ബൈ ഡി എക്സ്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ. ഈ സെയിം ക്വസ്റ്റൻ നമുക്ക് NCERT-യിലും ക്വസ്റ്റൻ ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കിടപ്പുണ്ട്. സോ നോക്കിയേ, ഈ ക്വസ്റ്റൻ എങ്ങനെ ചെയ്യാം? എക്സ് റൈസ് ടു എം ഇൻറ്റു വൈ റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ദ ഹോൾ റൈസ് ടു എം പ്ലസ് എൻ ദെൻ വാട്ട് ഈസ് ഡി വൈ ബൈ ഡി എക്സ്. ഡെറിവേറ്റീവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുക. സോ ഇത് എന്തൊരു ഫംഗ്ഷനാണ്? ഫസ്റ്റ് മനസ്സിലാക്കുക, ഇത് എന്തൊരു ഫംഗ്ഷനാണ്? ഇതൊരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷനാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എക്സും വൈയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പറ്റാത്തൊരു ഫംഗ്ഷനായിട്ട് കിടക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ രണ്ട് സൈഡിലും എന്ത് ചെയ്യും? ഡെറിവേറ്റീവ് ഇതായിരുന്നു നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അതാ നോക്കിയേ, ഇവിടെ എക്സ്പോണൻഷ്യൽ ആയിട്ടാണ് വന്നിരിക്കുന്ന ഫംഗ്ഷനിൽ എക്സ് റൈസ് ടു എമ്മും വൈ റൈസ് ടു എന്നും എക്സ് പ്ലസ് വൈ ദ ഹോൾ റൈസ് ടു എം പ്ലസ് എന്നും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാനോ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കത് ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ്, ഇങ്ങനെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ആരെയാ? ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിനെ ഡെറിവേറ്റ് ചെയ്യാൻ നമ്മൾക്ക് ഏറ്റവും അടിപൊളി ഒരു ടൂൾ നമ്മുടെ കയ്യിലുണ്ട്. ആരാത്? നമ്മുടെ ലോഗ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? രണ്ട് സൈഡിലും ആദ്യമേ എന്ത് ചെയ്യാം? ലോഗ് എടുക്കാം. സോ ലോഗ് എടുത്തു കഴിഞ്ഞാൽ ഇതെന്താവും? ലോഗ് ഓഫ് എക്സ് റൈസ് ടു എം ഇൻറ്റു വൈ റൈസ് ടു എൻ അല്ലേ? രണ്ട് സൈഡിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ലോഗ് എടുക്കാൻ പോവാ. വിച്ച് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡിൽ ലോഗ് എടുക്കുമ്പോൾ എന്താവും? ലോഗ് ഓഫ് എക്സ് പ്ലസ് വൈ ദ ഹോൾ റൈസ് ടു എം പ്ലസ് എൻ. ഓക്കെ, അപ്പൊ നമുക്ക് ലെഫ്റ്റിൽ എന്ത് കിട്ടി? ലോഗ് ഓഫ് എക്സ് റൈസ് ടു എം ഇൻറ്റു വൈ റൈസ് ടു എൻ എന്ന് കിട്ടി. റൈറ്റ് സൈഡിൽ എന്ത് കിട്ടി? ലോഗ് ഓഫ് എക്സ് പ്ലസ് വൈ ദ ഹോൾ റൈസ് ടു എം പ്ലസ് എൻ എന്ന് കിട്ടി. ഇനി നമുക്ക് ലോഗിന്റെ പ്രോപ്പർട്ടി അറിയാം. ലോഗ് ഓഫ് എ റൈസ് ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? പവർ കിടക്കുന്നതിനെല്ലാം ലോഗിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം അല്ലയോ? സോ ബി ലോഗ് എ എന്ന് എഴുതാം. അപ്പോൾ ഒരു പവർ കിടപ്പുണ്ടെങ്കിൽ ആ പവറിനെ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. ഇനി വേറൊരു പ്രോപ്പർട്ടി നമുക്കറിയാം. ലോഗ് ഓഫ് എ ഇൻറ്റു ബി നമുക്ക് എങ്ങനെ എഴുതാം? രണ്ട് സാധനം മൾട്ടിപ്ലൈ ചെയ്ത് ലോഗിനകത്ത് കിടന്നാൽ നമുക്ക് എന്ത് ചെയ്യാം?
സെപ്പറേറ്റ് ചെയ്യാം ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. സോ ലോഗ് ഓഫ് എക്സ് റൈസ് ടു എം ഇൻറ്റു വൈ റൈസ് ടു എൻ, രണ്ട് സാധനം എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ലോഗ് ഓഫ് എക്സ് റൈസ് ടു എം പ്ലസ് ലോഗ് ഓഫ് വൈ റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു, ഇവിടെ എന്ത് ചെയ്യാം, പവർ കിടപ്പുണ്ടെങ്കിൽ അതിന് എനിക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. ലോഗ് ഓഫ് എക്സ് പ്ലസ് വൈ. ഓക്കെ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇവിടെയും പവർ കിടപ്പുണ്ട്. എം ലോഗ് എക്സ് നമുക്ക് എങ്ങനെ എഴുതാം, എം ലോഗ് എക്സ് പ്ലസ് എൻ ലോഗ് വൈ ഈസ് ഈക്വൽ ടു എം പ്ലസ് എൻ ഇൻറ്റു ലോഗ് ഓഫ് എക്സ് പ്ലസ് വൈ. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ലെഫ്റ്റും റൈറ്റിലും എന്ത് ചെയ്യുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ലെഫ്റ്റിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എമ്മിനെ അതേപോലെ എഴുതാം. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x പ്ലസ് എൻ ഇൻറ്റു ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് എന്താ, 1/y ഇൻറ്റു dy/dx. കണ്ടോ, ശരിക്കും പറഞ്ഞാൽ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, 1/x ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഉണ്ട് dx/dx. പക്ഷേ dx/dx 1 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറില്ല, എഴുതാറില്ല. ഇനി n ഇൻറ്റു ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് എന്താ, 1/y ഇൻറ്റു ഇനി വൈയുടെ ഡെറിവേറ്റീവ് ആണ്, വൈയുടെ ഡെറിവേറ്റീവ് dy/dx. ഇവിടെ എക്സിന്റെ ഡെറിവേറ്റീവ് ഉണ്ട് ഇൻറ്റു dx/dx. പക്ഷേ dx/dx എന്താവും, 1 ആവുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറില്ല, എഴുതാറില്ല. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ള ഇതൊക്കെ. സോ എം പ്ലസ് എൻ കോൺസ്റ്റന്റ്, അത് അതുപോലെ എഴുതി എം പ്ലസ് എൻ ഇൻറ്റു ലോഗിന്റെ ഡെറിവേറ്റീവ് 1/, സോ ലോഗ് ഓഫ് എക്സ് പ്ലസ് വൈ ആ, അതുകൊണ്ട് 1/, ആൻസർ എന്ത് കിട്ടും, 1/x പ്ലസ് വൈ എന്ന് കിട്ടും. ഇൻറ്റു എന്തുകൊണ്ട്, ഇവന്റെ ഡെറിവേറ്റീവ് എക്സ് പ്ലസ് വൈയുടെ ഡെറിവേറ്റീവ് എടുക്കണം. എക്സ് പ്ലസ് വൈയുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടും, 1 കിട്ടും. എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടും, 1 കിട്ടും. പ്ലസ് വൈയുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടും, dy/dx കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, സോ ഇത്രയും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, dy/dx നമുക്ക് കണ്ടുപിടിക്കണം. സോ dy/dx ഉള്ള ആൾക്കാരെല്ലാം എന്ത് ചെയ്യാം, നമുക്ക് ഒന്നിച്ച് എഴുതാം, ബാക്കിയുള്ളവന്മാരെല്ലാം എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ ആണോ? ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യാം, നമുക്ക് അങ്ങനെ ചെയ്യാം. എനിക്കൊരു ഇച്ചിരി സ്ഥലവും കൂടെ വേണം, അതുകൊണ്ട് ഞാൻ ഈ സ്റ്റെപ്പ് വരെ എഴുതിയത് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, സോ നമുക്ക് ഇവിടം വരെ കിട്ടി. ഓക്കെ, ബാക്കി ഇവിടെ എന്താ വന്നിരിക്കുന്നത്, m/x പ്ലസ് n/y ഇൻറ്റു dy/dx. ഓക്കെ, സോ ഇവിടെ m പ്ലസ് n/x പ്ലസ് y ഉണ്ട്, നമുക്ക് അതിനെ എന്ത് ചെയ്യാം, ഉള്ളിലേക്ക് കിട്ടി, മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, m/x പ്ലസ് n/y ഇൻറ്റു dy/dx വിച്ച് ഈസ് ഈക്വൽ ടു, അകത്തെന്താ കിടക്കുന്നത്, m പ്ലസ് n/x പ്ലസ് y ഞാൻ എന്ത് ചെയ്യാൻ പോവാ, മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാ. സോ m പ്ലസ് n/x പ്ലസ് y പ്ലസ് m പ്ലസ് n/x പ്ലസ് y ഇൻറ്റു, കണ്ടോ, ഈ m പ്ലസ് n/x പ്ലസ് y എന്ത് ചെയ്യാൻ പോവാ, അതോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 1 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് തന്നെ കിട്ടും, ഇൻറ്റു dy/dx. ഓക്കെ, സോ dy/dx ടേംസ് എല്ലാം ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഒന്നിച്ചാക്കാൻ പോവാ, ബാക്കിയുള്ളതിനെല്ലാം ഇപ്പുറത്തോട്ട് വരാം. സോ m/x മൈനസ് m പ്ലസ് n/x പ്ലസ് y ഈസ് ഈക്വൽ ടു, നമുക്ക് എന്ത് കിട്ടും, dy/dx ഞാൻ കോമൺ എടുത്തു. സോ dy/dx ഇൻറ്റു അവിടെ എന്താ ഉള്ളത്, ഇവിടെ ഉണ്ടായിരുന്നത് m പ്ലസ് n/x പ്ലസ് y ഉണ്ടായിരുന്നു, മൈനസ് ഇവിടെ എന്തായി n/y ഇപ്പുറത്തോട്ട് വന്നത് അല്ലേ. സോ മൈനസ് n/y. ഓക്കെ ആണേ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, സോ m ഇൻറ്റു എക്സ് പ്ലസ് വൈ, m ഇൻറ്റു എക്സ് പ്ലസ് വൈ, m ഇൻറ്റു എക്സ് പ്ലസ് വൈ. സോ m ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ m ഇൻറ്റു എക്സ് പ്ലസ് വൈ അല്ലെങ്കിൽ mx പ്ലസ് my, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് mx മൈനസ് nx ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും, x ഇൻറ്റു എക്സ് പ്ലസ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു dy/dx ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം my പ്ലസ് ny മൈനസ് nx
മൈനസ് എൻ വൈ ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്താ പറയുന്നത് എക്സ് പ്ലസ് വൈ ഇൻറ്റു വൈ എന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാൻ വല്ല ടേംസ് ഉണ്ടോ എന്ന് നോക്കിയേ. എം എക്സും മൈനസ് എം എക്സും ക്യാൻസൽ ആയി പോകും. സോ എം വൈ മൈനസ് എൻ എക്സ് ഉണ്ട് ഇവിടെ താഴെ എക്സ് പ്ലസ് വൈയും ഈ എക്സ് പ്ലസ് വൈ എന്ത് ചെയ്യും ക്യാൻസൽ ആയി പോകും. ഓക്കെ ഓക്കെ, സോ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും നമുക്ക്. ഓക്കെ, ഇവിടെ ഈ സൈഡിൽ എന്തുണ്ട്, ഈ സൈഡിൽ എന്തുണ്ട്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എം വൈ മൈനസ് എൻ എക്സ് ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്തുണ്ട് എക്സ് ഉണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു എന്തുണ്ട് എം. ഇവിടെ എൻ വൈയും മൈനസ് എൻ വൈ എന്ത് ചെയ്തു ക്യാൻസൽ ആയി പോയി. സോ അവിടെ എം വൈ മൈനസ് എൻ എക്സ് ബൈ വൈ ഉണ്ട്, എം വൈ മൈനസ് എൻ എക്സ് ബൈ വൈ ഉണ്ട്. ഓക്കെ, സോ എം വൈ മൈനസ് എൻ എക്സ് എന്തുകൊണ്ട് രണ്ട് സൈഡിലും ഉണ്ട്. മുകളിൽ ഇവിടെ ഏതാണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ ന്യൂമറേറ്റർ എന്ത് കിടപ്പുണ്ട് എം വൈ മൈനസ് എൻ എക്സ് കിടപ്പുണ്ട്. സോ അത് രണ്ടും എന്ത് ചെയ്യും ക്യാൻസൽ ആയി പോകും, ഇത് രണ്ടും എന്ത് ചെയ്യും ക്യാൻസൽ ആയി പോകും. സോ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു വൈ എന്ത് ചെയ്യാം ഇങ്ങോട്ട് കൊണ്ടുവരാം. സോ എന്ത് കിട്ടും ആൻസർ വൈ ബൈ എക്സ് എന്ന് കിട്ടും. സോ ഡി വൈ ബൈ ഡി എക്സ് ആൻസർ എന്ത് കിട്ടി വൈ ഡിവൈഡഡ് ബൈ എക്സ് എന്ന് കിട്ടി. ഓക്കെ ആണോ? സിമ്പിൾ സ്റ്റെപ്സാ. ഫസ്റ്റ് നമ്മൾ ചെയ്തു, ലോഗ് അപ്ലൈ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ബോത്ത് സൈഡിൽ ഡെറിവേറ്റീവ്സ് എടുത്തു, പിന്നെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റീഅറേഞ്ച്മെന്റുകൾ മാത്രമേ ചെയ്തുള്ളൂ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കുറേ ടേംസ് എന്ത് ചെയ്ത് ക്യാൻസൽ ആയി പോയി. ഡി വൈ ബൈ ഡി എക്സ് ഒരു സ്ഥലത്തിട്ട് ബാക്കിയുള്ളവന്മാരെല്ലാം എന്ത് ചെയ്ത് ഒരു സൈഡിൽ കൊണ്ട് ഇത്രയേ ഉള്ളൂ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷെ നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, if x into root of 1 plus y plus y into root of 1 plus x is equal to 0, then calculate dy by dx. ഓക്കെ, ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ട് രീതി ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടും എക്സും വൈ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതി കിടക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുക, ത്രൂ ഔട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സിൽ ഡെറിവേറ്റ് ചെയ്യുക, ത്രൂ ഔട്ട് എന്ത് ചെയ്യുക ഡെറിവേറ്റ് ചെയ്യുക. എന്നിട്ട് ഡി വൈ ബൈ ഡി എക്സിന്റെ ടേംസ് എല്ലാം ഒരു സൈഡിലാക്കുക, ബാക്കിയുള്ളതെല്ലാം എന്ത് ചെയ്യുക അപ്പുറത്ത് കൊണ്ടുപോവുക, ക്യാൻസൽ ചെയ്ത് കളയുക, ആൻസറിലോട്ട് എത്തുക. ഓക്കെ, അത് വൺ മെത്തേഡ്. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് നമുക്ക് വേറെ യൂസ് ചെയ്യാം. ഞാനപ്പോൾ എന്ത് ചെയ്യുക, ആ ട്രിക്ക് യൂസ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യാം ഒന്ന് ചെയ്ത് കാണിക്കാം. ഓക്കെ, പെട്ടെന്ന് ആൻസറിലോട്ട് എത്താനേ വേണ്ടി. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ട്രിക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഐഡിയ എന്ത് ചെയ്യാം യൂസ് ചെയ്യാം പെട്ടെന്ന് ആൻസറിലോട്ട് എത്താം. എന്താണെന്ന് നോക്കിയേ, നോക്കിയേ എക്സ് റൂട്ട് 1 പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എന്താ, ഇതിനെ ഞാൻ അപ്പുറം കൊണ്ടുപോകാം. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും മൈനസ് വൈ റൂട്ട് 1 പ്ലസ് എക്സ്. നമുക്ക് കാണുമ്പോൾ ലോഗൊക്കെ എടുക്കാൻ തോന്നും. ലോഗ് എടുത്തു കഴിഞ്ഞാൽ ഇതിനെ എന്ത് ചെയ്യാം സെപ്പറേറ്റ് ചെയ്യാം അല്ലേ. ലോഗ് ഓഫ് ഈ സൈഡ് ആണെങ്കിൽ ലോഗ് എക്സ് പ്ലസ് ലോഗ് റൂട്ട് 1 പ്ലസ് വൈ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം. ഇവിടെ പക്ഷേ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വരുമ്പോഴത്തേക്ക് ഒരു പ്രശ്നമുണ്ട്, ലോഗ് ഓഫ് മൈനസ് ആണ് കിടക്കുന്നത്. അപ്പോൾ ഈ സൈഡിൽ ലോഗ് എടുക്കുമ്പോൾ ലോഗ് നെഗറ്റീവ് നമ്മൾ എന്ത് ചെയ്യാറില്ല, എടുക്കാറില്ല. നെഗറ്റീവ് നമ്പേഴ്സിന് എന്ത് എടുക്കാനില്ല, ലോഗ് എടുക്കാൻ പറ്റത്തില്ല, അത് പോസിബിൾ അല്ല. സോ നമ്മൾ എന്ത് ചെയ്യും, ലോഗ് എന്ന് പറയുന്ന ഐഡിയ നമുക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും, ഉപേക്ഷിക്കേണ്ടി വരും. ഓക്കെ, സോ ലോഗ് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എന്ത് ചെയ്യാൻ പോകും, സ്ക്വയർ ചെയ്യാൻ പോവാ. രണ്ട് സൈഡ് സ്ക്വയർ ചെയ്ത് ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഈ എക്സ് സ്ക്വയർ, എക്സിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ ആവും, റൂട്ട് ഓഫ് 1 പ്ലസ് വൈ എന്താവും 1 പ്ലസ് വൈ ആവും, വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നെഗറ്റീവ് അങ്ങ് പോകും ഇല്ലയോ. സോ വൈ സ്ക്വയർ ആവും 1 പ്ലസ് എക്സ് ആവും, വൈ സ്ക്വയർ ആവും 1 പ്ലസ് എക്സ് ആവും. ഓക്കെ, വൈയുടെ സ്ക്വയർ വൈ സ്ക്വയർ ആവും, റൂട്ടിന്റെ സ്ക്വയർ ആ റൂട്ട് അങ്ങ് പോകും, 1 പ്ലസ് എക്സ് ആവും. നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട് അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താകും പോസിറ്റീവ് ആയിട്ട് നിൽക്കും. ഓക്കെ, ഇനി വേണമെങ്കിൽ ലോഗ് എന്ന് പറയുന്ന കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫർദർ പ്രൊസീഡ് ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ വേറെ രീതി ചെയ്യാൻ പോവാ. സോ നമുക്ക് എന്ത് ചെയ്ത് ഇങ്ങനെ ഒരു സെറ്റ് കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാ, മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാ. മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ വൈ ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എക്സ് എന്ന് കിട്ടി. ഇനി ഇതാ നോക്കിയേ, ഈ വൈ സ്ക്വയറിനെ ഞാൻ ഇപ്പുറം കൊണ്ടുവരിക. സോ എനിക്ക് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ, ഇവിടെ എന്തുണ്ടായിരുന്നു, ഒരു വൈ സ്ക്വയർ എക്സ് ഉണ്ടായിരുന്നു മൈനസ് ഈ എക്സ് സ്ക്വയർ വൈ, ഇതിന് അപ്പുറം പോയി. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന് എനിക്ക് എങ്ങനെ എഴുതാം, എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് എഴുതാം. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന് എങ്ങനെ എഴുതാം, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, സെയിം ഐഡിയ. ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഒരു മൈനസ് എക്സ് വൈ എന്ത് ചെയ്യാൻ പോവെങ്കിൽ കോമൺ എടുക്കാൻ പോകും. ഒരു മൈനസ് എക്സ് വൈ എന്ത് ചെയ്തു, കോമൺ എടുത്തു. മൈനസ് എക്സ് വൈ കോമൺ എടുക്കുമ്പോൾ ഒരു മൈനസ് എക്സ് ഇൻറ്റു വൈ കോമൺ എടുക്കുമ്പോൾ ഇവിടെ ആരുണ്ട്, ഇനി നെഗറ്റീവിങ് പോയി, ഒരു എക്സ് പോയി, അപ്പോൾ ഇനി ഒരു ബാക്കി ഒരു എക്സ് ഉണ്ട്, വൈയും കോമൺ എടുത്തു അല്ലേ. സോ അവിടെ ബാക്കി ഇനി എക്സേ ഉള്ളൂ. ഇനി ഇവിടുന്ന് ഒരു മൈനസ് എക്സ് വൈ കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് പോകും, ഇവിടുന്ന് ഒരു മൈനസ് എക്സ് കോമൺ എടുത്തു. സോ എക്സ് പോയി,
പിന്നെ ഒരു വൈയും കൂടെ പോരുന്നു, അപ്പോൾ ബാക്കി ഒരു വൈയും കൂടെ ഉണ്ട്. സോ മൈനസ് വൈ എന്നാണ്. ഓക്കെ, മൈനസ് എക്സ് വൈ ആ കോമൺ എടുത്തത്, അതുകൊണ്ട് ഇവിടെ എന്ത് വന്ന് ഒരു മൈനസ് വന്നു. ഓക്കെ ഓക്കെ, സോ ഇവിടെ എക്സ് മൈനസ് വൈയും എന്ത് ചെയ്തു, ക്യാൻസൽ ആയിപ്പോയി. എനിക്ക് കിട്ടി എക്സ് പ്ലസ് വൈ ഈസിക്കൽ ടു മൈനസ് എക്സ് വൈ എന്ന് കിട്ടി. എനിക്ക് എന്ത് കിട്ടി, എക്സ് പ്ലസ് വൈ ഈസിക്കൽ ടു മൈനസ് എക്സ് വൈ എന്ന് കിട്ടി. ഇപ്പുറം കൊണ്ടുവന്നാൽ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ഈസിക്കൽ ടു എന്ന് കിട്ടും, 0 എന്ന് കിട്ടും. ഡെറിവേറ്റീവ് ഇനി ഡെറിവേറ്റ് ചെയ്യാം, എളുപ്പമല്ലേ, കുഞ്ഞു സാധനങ്ങളായി മാറി. ഇനി ഡെറിവേറ്റീവ് എളുപ്പം. ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്താ 1 പ്ലസ് വൈ എന്താ dy ബൈ ഡി എക്സ് പ്ലസ് ഇവിടെ രണ്ട് ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കും. സോ നമ്മുടെ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യാം. എങ്ങനെ, യു ഡാഷ് വി പ്ലസ് യു ഡി ഡാഷ്. സോ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇൻറ്റു വൈ പ്ലസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ 0 ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് തന്നെ കിട്ടും, 0 തന്നെ കിട്ടും. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ടേം എല്ലാം ഒരുമിച്ചാക്കാം. ഇവനപ്പുറം പോകുമ്പോൾ എന്ത് കിട്ടും, ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തുകൊണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ ഒരു എക്സ് ബാക്കിയുണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ രണ്ടും അപ്പുറം പോകുമ്പോൾ എന്ത് കിട്ടും, മൈനസ് വൈ മൈനസ് 1 എന്ന് കിട്ടും. സോ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് കോമൺ എടുക്കാം, വൈ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് അല്ലെങ്കിൽ എക്സ് പ്ലസ് 1 എന്ന് വിളിക്കാം. ഓക്കെ, സോ നല്ലൊരു ക്വസ്റ്റൻ ആയിരുന്നു. ഈ ഒരു അറേഞ്ച്മെന്റ് ആദ്യം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ, ഇതാ നോക്കടാ, ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി തന്നിട്ടുണ്ട്, വൈ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി തന്നിട്ടുണ്ട്, ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. ഇതാ നോക്കിയാൽ ഇതും പാരാമെട്രിക് ഫോമിൽ കിടക്കുക അല്ലേ. എക്സ് എന്ന് പറയുന്നത് ടിയുടെ ഒരു ഫംഗ്ഷൻ ആയിട്ട് കിടക്കുക, വൈ എന്ന് പറയുന്നത് ടിയുടെ ഫംഗ്ഷൻ ആയിട്ട് കിടക്കുക. നമ്മൾ കണ്ടുപിടിക്കാൻ ചെയ്യുന്നത് എന്താ, ഡി വൈ ബൈ ഡി എക്സ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഡി വൈ ബൈ ഡി എക്സ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം രണ്ട് എന്ത് കിടക്കുക, വിത്ത് റെസ്പെക്ട് ടു ടിയുടെ ഫംഗ്ഷൻ ആയിട്ട് കിടക്കുക. സോ ഡി വൈ ബൈ ഡി ടി ഹോൾ ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി കണ്ടുപിടിക്കും. ഓക്കെ, സോ ഡി വൈ ബൈ ഡി ടി അത് കണ്ടുപിടിക്കും, ഡി എക്സ് ബൈ ഡി ടി കണ്ടുപിടിക്കും. രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആര് കിട്ടും, ഡി വൈ ബൈ ഡി എക്സ് കിട്ടും. സോ നമുക്ക് ചെയ്യാം, ഡി എക്സ് എക്സ് ഈസ് ഈക്വൽ എന്ന് തന്നിട്ടുണ്ട് റൂട്ട് ഓഫ് എ സൈൻ ഇൻവേഴ്സ് ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആണെങ്കിൽ എക്സ് സ്ക്വയർ എന്താ, ഞാൻ രണ്ട് സൈഡിൽ എന്ത് ചെയ്യുക, സ്ക്വയർ ചെയ്യുക, റൂട്ടിനെ എടുത്ത് കളയാനും വേണ്ടി. റൂട്ട് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ രണ്ട് സൈഡിൽ എന്ത് ചെയ്താൽ മതി, ലോഗ് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യുക, സ്ക്വയർ എടുക്കുക. സ്ക്വയർ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് എന്ത് കിട്ടി, എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എൻ സി ആർ ടിയിലൊക്കെ ഒത്തിരി ടൈപ്പ് പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ലോഗ് യൂസ് ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം, ആൻസറിലോട്ട് എത്താൻ പറ്റും. സോ ഞാൻ രണ്ട് സൈഡിൽ ലോഗ് എടുക്കാൻ പോവാം. സോ ലോഗ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. എനിക്കറിയാം പവറിനെ എന്ത് ചെയ്യാം, ലോഗിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. സോ 2 ലോഗ് എക്സ് എന്ന് വരും ഇത്. അതേപോലെ പവർ അല്ലേ, ഇവിടെ രണ്ട് സൈഡിൽ ലോഗ് എടുക്കുമ്പോൾ ലോഗ് ഓഫ് എക്സ് സ്ക്വയർ എന്നും വരും, ഇവിടെ ലോഗ് ഓഫ് എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി എന്നും വരും. സോ പവറിനെ എനിക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. സോ സൈൻ ഇൻവേഴ്സ് ടി ഇൻറ്റു ലോഗ് എ. ഓക്കെ ആണോ? സോ 2 ലോഗ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ടി ഇൻറ്റു ലോഗ് എ എന്ന് കിട്ടും. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഡി എക്സ് ബൈ ഡി ടി. സോ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ത്രൂ ഔട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാ. സോ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് ബൈ ഡി ടി ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഡി എക്സ് ബൈ ഡി ടി. സോ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ത്രൂ ഔട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാ. സോ 2 ഇൻറ്റു ലോഗിൻ്റെ ഡെറിവേറ്റീവ് എന്തുവാ, 1/. പക്ഷെ നമുക്കറിയാം വിത്ത് റെസ്പെക്ട് ടു എന്തിലാണ് ചെയ്തത്, ടിയിലാണ് ചെയ്തത്. വിത്ത് റെസ്പെക്ട് ടു എക്സിലായിരുന്നെങ്കിൽ 1/x എന്ന് എഴുതി അവിടെ ആൻസർ എന്ത് ചെയ്യായിരുന്നു, നമുക്ക് സ്റ്റോപ്പ് ചെയ്യായിരുന്നു. പക്ഷേ വിത്ത് റെസ്പെക്ട് ടു ടിയിലായോണ്ടോ 1/x ഇൻറ്റു എന്തുകൊണ്ട് ഡി എക്സ് ബൈ ഡി ടി ഉണ്ട്. ഈ എക്സിനെയും ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു ടിയിൽ. വിത്ത് റെസ്പെക്ട് ടു എക്സിലായിരുന്നെങ്കിൽ ഡി എക്സ് ബൈ ഡി എക്സ് വന്നേനെ, അതെന്താവും ഇപ്പം 1 ആവും, നമ്മൾ എഴുതാറില്ല. പക്ഷെ ഇവിടെ എന്താ, വിത്ത് റെസ്പെക്ട് ടു ടിയിലാണ്. സോ എന്ത് ചെയ്യണം, ഡി എക്സ് ബൈ ഡി ടി. ഇനി സൈൻ ഇൻവേഴ്സ് ടിയുടെ ഡെറിവേറ്റീവ് എന്താ, സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 1/√1 മൈനസ് എക്സ് സ്ക്വയർ അല്ലയോ. ഇവിടെ എക്സിന് വരെ ടി ആ വന്നേക്കുന്നത്. സോ 1/√1 മൈനസ് ടി സ്ക്വയർ ഇൻറ്റു ലോഗ് എ. ലോഗ് എ എന്ത് തന്നെയാണ്, ഒരു കോൺസ്റ്റന്റ് തന്നെയാണ്. സോ ഡി എക്സ് ബൈ ഡി ടി നമുക്ക് കിട്ടി. ഡി എക്സ് ബൈ ഡി ടി എന്ത് കിട്ടി, ഡി എക്സ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എക്സിനെയും 2-നെയും അങ്ങ് അപ്പുറം കൊണ്ടുപോവാം. അപ്പോൾ എന്ത് കിട്ടും, എക്സ് ലോഗ് എ ഹോൾ ഡിവൈഡഡ് ബൈ 2√1 മൈനസ് ടി സ്ക്വയർ എന്ന് കിട്ടും.
dx/dt. സിമിലർലി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? dy/dt നമുക്ക് കണ്ടുപിടിക്കണം. അതാ നോക്കിയേ, y ഈസിക്കൽ ടു തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ y² ഈസിക്കൽ ടു എന്താ? റൂട്ട് പോയി കഴിഞ്ഞാൽ a കോസ് ഇൻവേഴ്സ് t എന്ന് കിട്ടും. ഓക്കെ, ബോത്ത് സൈഡ്സ് ഞാൻ എന്ത് ചെയ്യുക? ലോഗ് എടുക്കുക. സോ ലോഗ് y² ഈസിക്കൽ ടു ലോഗ് a⁻². ആണേ ഇത് a⁻² ആണേ, കൺഫ്യൂഷൻ ആവല്ലേ. a⁻² കോസ് ഇൻവേഴ്സ് t. ഓക്കെ, സോ ലോഗ് y² ഈസിക്കൽ ടു ലോഗ് ഓഫ് a⁻² കോസ് ഇൻവേഴ്സ് t. നമുക്കറിയാം ലോഗ് എഴുതി കഴിഞ്ഞാൽ പവറിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. സോ 2 ലോഗ് y ഈസിക്കൽ ടു പവർ കിടക്കുന്ന സാധനം മൾട്ടിപ്ലൈ ചെയ്യണം. കോസ് ഇൻവേഴ്സ് t ഇൻറ്റു ലോഗ് a. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താ? dy/dt. സോ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഞാൻ എന്ത് ചെയ്യണം? ഡെറിവേറ്റ് ചെയ്യണം. സോ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 2 കോൺസ്റ്റന്റ് അതേപോലെ എഴുതി. ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് എന്താ? 1/y ഇൻറ്റു എന്തുകൊണ്ട്? വിത്ത് റെസ്പെക്ട് ടു ടിയില. സോ എന്ത് വേണം? ഇൻറ്റു dy/dt വിച്ച് ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ടി. ലോഗ് എ എന്ന് പറയുന്ന കോൺസ്റ്റന്റ്. സോ ലോഗ് എ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ എഴുതാം, ലോഗ് എ. ഇനി കോസ് ഇൻവേഴ്സ് ടിയുടെ ഡെറിവേറ്റീവ് എന്താ? -1/√(1 - t². ഓക്കെ, -1/√(1 - t². സൈൻ ഇൻവേഴ്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1/√(1 - t². കോസ് ഇൻവേഴ്സിന്റെ ഡെറിവേറ്റീവ് എന്താ? -1/√(1 - t². ലോഗ് എ കോൺസ്റ്റന്റ് ആയിരുന്നു, അത് അതേപോലെ എഴുതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ dy/dt നമുക്ക് എഴുതാം. സോ dy/dt ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? ഇതാ നോക്കിയേ, ഇതിനെ രണ്ടിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. സോ -y ലോഗ് എ ദ ഹോൾ ഡിവൈഡഡ് ബൈ 2√(1 - t². നമുക്ക് വേണ്ടുന്നത് എന്താ? dy/dx. നമുക്ക് വേണ്ടുന്നത് dy/dx. സോ dy/dx എന്ന് പറഞ്ഞാൽ dy/dt ഹോൾ ഡിവൈഡഡ് ബൈ എന്താ? dx/dt. dy/dt നമുക്കറിയാം -y ലോഗ് എ ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്താ? 2√(1 - t². ഹോൾ ഡിവൈഡഡ് ബൈ dy/dt ഡിവൈഡഡ് ബൈ dx/dt. dx/dt എന്താ? നമ്മൾ കണ്ടുപിടിച്ചു, x log a by 2√1 - 2a². x log a divided by 2√1 - t². സോ നമുക്ക് എന്ത് കിട്ടി? ആ 2√1 - t²ഉം 2√1 - t² എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. ലോഗ് എയും എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. സോ ആൻസർ എന്ത് കിട്ടും? -y/x എന്ന് കിട്ടും. സോ ആൻസർ എന്ത് കിട്ടും? -y/x എന്ന് കിട്ടും. ഓക്കെ, ഓക്കെ, ഇഫ് f(2) ഈസ് ഈക്വൽ ടു 4, അതേപോലെ f'(2) തന്നിട്ടുണ്ട്, അത് എത്ര? 1 തന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത്? ലിമിറ്റ് x ടെൻസ് ടു 2, x ഇൻറ്റു f(2) മൈനസ് 2 ടൈംസ് f(x) ഡിവൈഡ് ബൈ x - 2 എന്താണെന്നാണ് നമുക്ക് എന്ത് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്? കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് നോക്കിയേ, ഡിഫറൻസിയേഷൻ. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? dy/dx. ഓക്കെ, ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? dy/dx. അതായത് കണ്ടോ, ഈ ഫംഗ്ഷന്റെ എക്സ് ഇതാണ്ട, കണ്ടോ, ഇവിടുന്ന് ഇവിടം വരെ എക്സ് ചേഞ്ച് ആയപ്പോൾ കണ്ടോ dx ചേഞ്ച് ഉണ്ടായി. എന്തുണ്ടായി? dx ചേഞ്ച് ഉണ്ടായി. എക്സ് അപ്പം ചേഞ്ച് ആയപ്പോൾ ആർക്കും ചേഞ്ച് ഉണ്ടായി? വൈക്കും ചേഞ്ച് ഉണ്ടായി. കണ്ടോ, വൈക്കും എന്തുണ്ടായി? ചേഞ്ച് ഉണ്ടായി. സോ dy/dx നമ്മൾ എന്ത് വിളിച്ചത്? ഡെറിവേറ്റീവ് എന്ന് വിളിച്ചത്. അതായത് ഈ പോയിന്റ് എ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതെന്താ? f(a) ആയിരിക്കും. ഇത് എയുടെ തൊട്ട് അടുത്തുള്ള ഒരു പോയിന്റാ. ഇതെന്താ? എയുടെ തൊട്ട് അടുത്തുള്ള ഒരു പോയിന്റാ. അല്ലെങ്കിൽ നമുക്ക് വിളിക്കാം എക്സ് എന്ന് വിളിക്കാം. സിംപ്ലി എന്ത് വിളിക്കാം? ആ പോയിന്റ് എനിക്ക് അറിയത്തില്ല, ഞാൻ എന്ത് വിളിക്കാം? എക്സ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഇത് f(x) ആയിരിക്കും. ഇതെന്തായിരിക്കും? f(x) ആയിരിക്കും. സോ dy/dx എന്ന് പറഞ്ഞാൽ എന്താ? dy/dx എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ y ആക്സിസ് ബൈ ചേഞ്ച് ഇൻ x ആക്സിസ്, അല്ലയോ? ചേഞ്ച് ഇൻ y ആക്സിസ് ബൈ ചേഞ്ച് ഇൻ x ആക്സിസ്. ചേഞ്ച് ഇൻ y എന്ന് പറഞ്ഞാൽ എന്താ? അതാണ്ട് ഈ കുഞ്ഞ് ചേഞ്ച് അല്ലയോ? ഈ കുഞ്ഞ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? f(x)ൽ നിന്നും f(a) എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. f(x)ൽ നിന്നും f(a) എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. സോ f(x)ൽ നിന്നും f(a) എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. ചേഞ്ച് ഇൻ y കിട്ടി. ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ x എന്ന് പറഞ്ഞാൽ എന്താ? എക്സിലുള്ള ചേഞ്ച് എന്താ? x - a. കണ്ടോ,
എക്സിലുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇത്രയല്ലേ ഡി എക്സ് എന്ന് പറഞ്ഞതാ എക്സിൽ നിന്നും എന്ത് ചെയ്തു എ കുറഞ്ഞു. അപ്പോൾ ഈ കുഞ്ഞ് പോർഷൻ കിട്ടത്തില്ലേ. സോ നമുക്ക് എന്ത് വിളിക്കാം എക്സ് മൈനസ് എ എന്ന് വിളിക്കാം. ഇനി എനിക്കറിയാം ഈ എക്സ് എന്ന് പറയുന്ന പോയിന്റ് ഈ ചേഞ്ച് എല്ലാം എന്താ വളരെ ചെറിയ ചേഞ്ചാണ്. എയും എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര വളരെ കുഞ്ഞായിരിക്കും. വളരെ എന്തായിരിക്കും കുഞ്ഞായിരിക്കും. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ എയുടെ എന്തായിരിക്കും അടുത്തുള്ള ആളായിരിക്കും. എക്സ് എന്ന് പറഞ്ഞാൽ എയുടെ തൊട്ടടുത്തുള്ള ആളായിരിക്കും. നമ്മൾ പറയും എന്താ ലിമിറ്റ് എക്സ് ടെൻസ് ടു എന്തെന്ന് വിളിക്കും എ എന്ന് വിളിക്കും. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ ആരാ എയുടെ തൊട്ടടുത്തുള്ള ആളാ. നമുക്കറിയാം ഈ ഡി എക്സ് ഡി വൈ എന്നൊക്കെ പറഞ്ഞാൽ എന്താ വളരെ കുഞ്ഞു ചേഞ്ചുകളാണ്. കുഞ്ഞു ചേഞ്ച് എന്ന് പറഞ്ഞാൽ എയുടെ തൊട്ടടുത്തായിരിക്കും ആര് എക്സ്. ഈ പടത്തിൽ വരയ്ക്കുമ്പോൾ വെച്ചിട്ട് നീട്ടി വരച്ചെന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ എന്താ എയുടെ തൊട്ടടുത്തുള്ള പോയിന്റ് ആണ് എന്തോന്ന് എക്സ് എന്ന് പറയുന്ന പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്തത്. ഓക്കെ, സോ ഈ ഡി എക്സ് എന്താ വളരെ കുഞ്ഞ, ഡി വൈ എന്താ വളരെ കുഞ്ഞ. സോ എക്സ് ടെൻസ് ടു എന്തെന്ന് വിളിക്കാം നമുക്ക് എ എന്ന് വിളിക്കാം. അതായത് നമ്മൾ പറഞ്ഞു കൊടുക്കുക എക്സ് എന്താണ് എയുടെ അടുത്തുള്ള ആളാണെന്ന് പറഞ്ഞു കൊടുക്കുക. സോ ഞാൻ കൺസിഡർ ചെയ്ത തൊട്ടടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ അത് എയുടെ തൊട്ടടുത്തുള്ള പോയിന്റാ. കണ്ടോ എക്സ് ടെൻസ് ടു എന്താ എ. എക്സ് എന്ന് പറയുന്നത് എയുടെ തൊട്ട് അടുത്തുള്ള ആളാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഡെറിവേറ്റീവിന് വിളിക്കുന്നത്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ കണ്ടോ അന്നേരം മനസ്സിലാക്കണം അത് എന്താണ്, അത് നമ്മുടെ ഡെറിവേറ്റീവ് ആണ്, ഡി വൈ ബൈ ഡി എക്സ് ആണ്. ഓക്കെ ആണോ? ഓക്കെ, സോ ഈ ഐഡിയ മനസ്സിലാക്കി വെക്കുക. ഇതിന് താണ്ട് ഇങ്ങനെയും എഴുതാറുണ്ട് ചിലപ്പോൾ. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ദ ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. ഇങ്ങനെയും എഴുതാറുണ്ട്. ഇവിടെ എക്സ് ടെൻസ് ടു എ എന്നുള്ള കണ്ടീഷൻ കൊടുക്കും, ഇവിടെ എന്തോ കൊടുക്കും എച്ച് ടെൻസ് ടു 0 എന്നുള്ള കണ്ടീഷൻ കൊടുക്കും. എക്സ് എന്ന് പറയുന്ന ഏതോ ഒരു പോയിന്റ്, എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താ എക്സിന്റെ തൊട്ട് അടുത്തുള്ള ഒരു പോയിന്റ്, എന്നിട്ട് എച്ച് ടെൻസ് ടു 0 എന്നുള്ള ലിമിറ്റും കൊടുക്കും. ഇങ്ങനെയും എഴുതാം ഇങ്ങനെയും എഴുതാം, രണ്ടും ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ ഓക്കെ, സോ നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ അപ്പം എച്ച് വെച്ചിട്ടാണ് എഴുതുന്നെങ്കിൽ ഇങ്ങനെ നമ്മൾ ഫോർമുല എഴുതും. ജസ്റ്റ് ആ പോയിന്റ് വെച്ചിട്ട് ആ ഫോർമുല എഴുതുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ എഴുതും. ഓക്കെ ആണോ? ഓക്കെ, സോ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് ഇവിടെ തന്നേക്കുന്നത് എന്താ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് ഇൻറ്റു എഫ് ഓഫ് 2 മൈനസ് 2 ടൈംസ് എഫ് ഓഫ് എക്സ് ദ ഹോൾ ഡിവൈഡ് ബൈ എന്താ തന്നിരിക്കുന്നത് എക്സ് മൈനസ് 2 തന്നിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ തന്നിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യണം, എക്സിന് ഡയറക്റ്റ് 2 കൊടുക്കാൻ പറ്റുമോ? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 2 - 2 ആയി പോവും, ക്യാൻസൽ ആയി പോവും, ആകെ കുളമാവും. സോ ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ എക്സ് മൈനസ് 2 കട്ടായി പോകണം. അപ്പോൾ എക്സ് മൈനസ് 2 കട്ടായി പോകണമെങ്കിൽ മുകളിൽ എന്ത് ചെയ്യണം, ഒരു എക്സ് മൈനസ് 2 എന്ന് പറയുന്ന ഒരു ടേം വരണം. നമുക്ക് എങ്ങനെ വരുത്താൻ പറ്റും? ഇതാ നോക്കിയേ, ഞാനിവിടെ നമുക്ക് ഈ തന്നേക്കുന്ന ഫംഗ്ഷൻ ഇതായിരുന്നു. ഈ തന്നേക്കുന്ന ഫംഗ്ഷനകത്ത് ഞാനൊരു എക്സ് ഇൻറ്റു എഫ് ഓഫ് 2 ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ ഒരു എഫ് ഓഫ് 2 ഞാൻ എന്ത് ചെയ്യാൻ പോവാ, മൈനസ് ചെയ്യാൻ പോവാ. 2 ഇൻറ്റു എഫ് ഓഫ് 2 ഞാൻ എന്ത് ചെയ്യാൻ പോവാ, മൈനസ് ചെയ്യാൻ പോവാ. ഇനി എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എഫ് ഓഫ് 2 കോമൺ എടുക്കുക. എഫ് ഓഫ് 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എക്സ് ഉണ്ടായിരുന്നു, ഇവിടെ -2 ഉണ്ടായിരുന്നു. സോ എക്സ് മൈനസ് 2 എന്ന് പറയുന്ന ടേം അവിടെ മുകളിൽ കിട്ടും. പക്ഷേ എനിക്കറിയാം മൈനസ് ചെയ്താൽ മാത്രം പോരാ, ഞാൻ എന്ത് ചെയ്യണം, ആഡ് ചെയ്യുകയും വേണം. സോ -2 എഫ് ഓഫ് 2 പ്ലസ് 2 എഫ് ഓഫ് 2 കുറച്ചാൽ മാത്രം പോരാ, കൂട്ടാൻ വേണം, അല്ലെങ്കിൽ വാല്യൂ എന്ത് ചെയ്യും, വ്യത്യാസപ്പെട്ടു. സോ ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാ, വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് 2 ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഇവിടുന്ന് എന്ത് ചെയ്യാൻ പോവാ, കോമൺ എടുക്കാൻ പോവാ. സോ എഫ് ഓഫ് 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, എഫ് ഓഫ് 2 കോമൺ എടുത്തു. ഇവിടുന്ന് എഫ് ഓഫ് 2 വന്നു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ എക്സ് ഉണ്ട്. ഇവിടുന്ന് എഫ് ഓഫ് 2 വന്നു കഴിഞ്ഞാൽ ഒരു -2 ബാക്കി ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, ഇനി ബാക്കി ആരുണ്ട്, ബാക്കി എന്ന് പറയുമ്പോൾ -2 എഫ് ഓഫ് എക്സ് ഉണ്ട്, -2 എഫ് ഓഫ് എക്സ് ഉണ്ട്, ഒരു +2 എഫ് ഓഫ് 2 ഉണ്ട്. ഓക്കെ, ഞാൻ അതിൽ നിന്ന് ഒരു 2നെ ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഇങ്ങ് കോമൺ എടുക്കാൻ പോവാം, -2നെയും കോമൺ എടുക്കാൻ പോവാം. സോ -2 ഇൻറ്റു -2നെ കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തോ ഉണ്ട്, -2 ഇങ്ങ് പോയി കഴിഞ്ഞാൽ ഇവിടെ എന്തോ ഉണ്ടായിരുന്നു, ഒരു എഫ് ഓഫ് എക്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ എന്തോ ഉണ്ട്, എഫ് ഓഫ് എക്സ് -2 ആ കോമൺ വന്നല്ലേ. സോ എഫ് ഓഫ് 2 ഉണ്ട്. ഓക്കെ ആണോ? ഓക്കെ, ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്തുകൊണ്ട് ഇവിടെ ഇനി എക്സ് മൈനസ് 2 ഉണ്ട്. ഹോൾ ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2 ഉണ്ട്. ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. എനിക്കറിയാം ലിമിറ്റിനെ എനിക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. സോ എക്സ് മൈനസ് 2നെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് മൈനസ് 2 ഇവിടെ എന്ത് ചെയ്യും, കട്ടായി പോകും. സോ ഫസ്റ്റ് ടൈം എന്ത് കിട്ടും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് 2 ഇൻറ്റു, ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ സ്റ്റെപ്പ് ആയിട്ട് കാണിച്ചു തരാം, എക്സ് മൈനസ് 2 ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്തുകൊണ്ട് എക്സ് മൈനസ് 2. ഇനി അടുത്ത ടേം എന്താ, മൈനസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് മൈനസ് 2നെ ആർക്ക് കൊടുത്തു, ഇവന് കൊടുത്തു. ലിമിറ്റ് അങ്ങോട്ട് അപ്ലൈ ചെയ്തു, എന്ത് കിട്ടും, 2 ഇൻറ്റു
എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് 2 ദ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. ലിമിറ്റ് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, സോ എക്സ് മൈനസ് 2നെ ആദ്യമേ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു, ലിമിറ്റും എന്ത് ചെയ്തു, രണ്ട് ടേംസിനായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഈ ടേമിനും എക്സ് മൈനസ് 2 സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു, ലിമിറ്റും സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. സോ ആൻസർ എന്ത് വരും, വിച്ച് ഈസ് ഈക്വൽ ടു ഇതാ നോക്കിയേ, എക്സ് മൈനസ് ടു ഇവിടെ എന്ത് ചെയ്യും, ക്യാൻസൽ ആയി പോകും. സോ എഫ് ഓഫ് ടു നമുക്ക് ആൾറെഡി ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. എഫ് ഓഫ് ടു എത്ര നമുക്ക് ക്വസ്റ്റിന് തന്നേക്കുന്നത്, എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 4 ആണ് തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് എന്ത് കിട്ടും, ഇത് 4 എന്ന് കിട്ടും. 4 കാരണം ലിമിറ്റ് അപ്ലൈ ചെയ്യാനൊന്നുമില്ല, എക്സിൻ്റെ ടേംസ് ഒന്നുമില്ല ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ. സോ എഫ് ഓഫ് 2 സിംപ്ലി എഫ് ഓഫ് 2 എന്താണെന്ന് 4 ആണെന്ന് നമുക്കറിയാം. സോ മൈനസ്, ഇനി ഇതാ നോക്കിയാൽ 2 കോൺസ്റ്റൻ്റ് 2നെ വെളിയിൽ എഴുതി, 2 കോൺസ്റ്റൻ്റ് 2നെ വെളിയിൽ എഴുതി. ഈ അകത്ത് കിടക്കുന്ന സാധനം എന്താ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് 2 ദ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. ഈ സാധനം എന്താ, നമ്മൾ ഇപ്പം കണ്ടതേ ഉള്ളൂ. ഈ സാധനം എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് 2. ഇതെന്താ, എഫ് ഡാഷ് ഓഫ് 2. കണ്ടോ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. നമ്മൾ തൊട്ട് മുന്നേ കണ്ടതല്ലയോ, ലിമിറ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എക്സ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ. ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റ് എന്താ, 2i. എ എന്ന് പറയുന്ന പോയിന്റ് എന്തായി, 2i. അപ്പം നമുക്ക് 2 എന്ന് പറയുന്ന പോയിന്റിൽ എന്ത് കിട്ടും, ഡെറിവേറ്റീവ് കിട്ടും, അല്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് 2 കിട്ടും. ഓക്കെ, സോ ഈ സാധനം എന്താ, എഫ് ഡാഷ് ഓഫ് 2 ആ. സോ ആൻസർ എന്ത് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 4 മൈനസ് 2 ഇൻറ്റു ആ ക്വസ്റ്റിനെ തന്നിട്ടുണ്ടായിരുന്നു എന്തുവാ, എഫ് ഡാഷ് ഓഫ് 2 എന്താന്ന് തന്നിട്ടുണ്ട്, 1 ആണ് തന്നിട്ടുണ്ട്. സോ എഫ് ഡാഷ് ഓഫ് 2ന് പകരം നമുക്ക് എന്ത് ചെയ്യാം, 1 എന്ന് വിളിക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു 4 മൈനസ് 2. ആൻസർ എന്ത് കിട്ടും, 2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം ഐഡിയ നമ്മൾ ഓർത്തിരിക്കേണ്ട ഐഡിയ എന്താ, ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഐഡിയ എന്താ, ഇതാ നോക്കിയേ, ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കണം. കണ്ടോ, ഡെറിവേറ്റീവ് അറ്റ് എ പോയിന്റ് എഫ് ഡാഷ് ഓഫ് എ ആണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. എഫ് ഡാഷ് ഓഫ് എ ആണ് നമ്മൾ എഴുതി വെച്ചേക്കുന്നത്. കണ്ടോ, ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അറ്റ് പോയിന്റ് എ, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ. ഓക്കെ, ഇനി എച്ച് വെച്ചിട്ട് ലിമിറ്റ് എഴുതുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും, ഇങ്ങനെ എഴുതും. ഓക്കെ, എച്ച് വെച്ചിട്ട് ലിമിറ്റ് എഴുതുകയാണെങ്കിൽ എ എന്ന് പറയുന്ന പോയിന്റിലെ ആണെങ്കിലോ അതെ ഈ സാധനത്തിലാണ് ഇങ്ങനെ എഴുതുക. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ തിയറി ക്ലാസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ NCERT വളരെ തറവായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. സാർ നോക്കിയേ, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഒരു സ്പെസിഫിക് പോയിന്റിലാണ് കണ്ടുപിടിക്കണമെങ്കിൽ എക്സിന് പകരം എന്ത് ചെയ്താൽ മതി, ആ പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ 2ൻ്റെ കണ്ടുപിടിക്കണമെങ്കിൽ 2 ഇട്ട് കൊടുക്കുക. എ എന്ന് പറയുന്ന ഒരു ജനറൽ പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആ എക്സിന് പകരം എ എന്ന് ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഒരു പോയിന്റിൽ എ എന്ന് പറയുന്ന പോയിന്റിലാണെങ്കിൽ എക്സിന് പകരം എന്ത് കൊടുക്കും, എ എന്ന് പറയുന്ന പോയിന്റ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, സോ നോക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ നോക്കിയാൽ നമുക്ക് ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താ, എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് ക്യൂബ് തീറ്റ തന്നിട്ടുണ്ട്, വൈ ഈസ് ഈക്വൽ ടു എ സൈൻ ക്യൂബ് തീറ്റ തന്നിട്ടുണ്ട്. ദെൻ ദ വാല്യൂ ഓഫ് ഡി സ്ക്വയർ വൈ ബൈ ഡി എച്ച് സ്ക്വയർ കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. അല്ലയോ, തീറ്റ പൈ ബൈ 6 ആയിരിക്കുമ്പോൾ ഉള്ള വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. ഇവിടെ നമുക്ക് ഡി സ്ക്വയർ വൈ ബൈ ഡി എച്ച് സ്ക്വയർ ആണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ എക്സും വൈയും എന്ത് ചെയ്തേക്കുന്നത്, തീറ്റ ടേംസിലാണ് എന്ത് ചെയ്തേക്കുന്നത്, നമുക്ക് തന്നേക്കുന്നത്. അല്ലയോ, സോ പാരാമെട്രിക് ഇക്വേഷൻ ആയിട്ട് തന്നേക്കുന്നത്. നമ്മൾ ഇതിന്റെ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഡി സ്ക്വയർ വൈ ബൈ ഡി എച്ച് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ്. അതായത് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കുക, അതിനെ ഒന്നുകൂടെ ഡെറിവേറ്റ് ചെയ്യുക, നമുക്ക് എന്ത് കിട്ടും, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ആരെ കണ്ടുപിടിക്കണം, ഡി വൈ ബൈ ഡി എക്സ്. ഡി വൈ ബൈ ഡി എക്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഡി വൈ ബൈ ഡി എക്സ് നമുക്കറിയാം വൈ തന്നേക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു തീറ്റ അല്ലയോ, അല്ലെങ്കിൽ തീറ്റയുടെ ഫംഗ്ഷൻ ആയിട്ടാണ് വൈ തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യമേ ഡി വൈ ബൈ ഡി തീറ്റ കണ്ടുപിടിക്കണം, ദ ഹോൾ ഡിവൈഡർ ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ കണ്ടുപിടിക്കണം. ഓക്കെ, സോ എന്ത് ചെയ്യും, ഡി തീറ്റ കട്ടായി പോകുന്ന ആലോചിക്കുക, അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് കിട്ടും. അപ്പൊ നമുക്ക് ഡി വൈ ബൈ ഡി തീറ്റയും കണ്ടുപിടിക്കണം, ഡി എക്സ് ബൈ ഡി തീറ്റയും കണ്ടുപിടിക്കണം, എങ്കിലേ നമുക്ക് ആരെ കിട്ടൂ, ഡി വൈ ബൈ ഡി എക്സിനെ കിട്ടത്തുള്ളൂ. ഓക്കെ, സോ നമുക്ക് ഡി വൈ ബൈ ഡി തീറ്റ കണ്ടുപിടിക്കാൻ ആദ്യമേ ഡി വൈ ബൈ ഡി തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു തീറ്റയിലാണ് ഡെറിവേറ്റ് ചെയ്യുന്നത്. സോ എ കോൺസ്റ്റന്റ് അതേപോലെ എഴുതി,
സൈൻ ക്യൂബ് തീറ്റ ഡെറിവേറ്റീവ് എന്താ 3 സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു എന്തുകൊണ്ട് സൈനെ ക്യൂബ് ചെയ്തേക്കുന്നത് അല്ലയോ. അപ്പൊ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്ന് നടക്കുക, സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷനെ ക്യൂബ് ചെയ്തേക്കുക. സോ ക്യൂബിന്റെ ഡെറിവേറ്റീവ് എടുത്ത് 3 സ്ക്വയറും. ഇനി എന്ത് ചെയ്യണം, സൈൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. സൈൻ്റെ ഡെറിവേറ്റീവ് എന്താ കോസ് തീറ്റ. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു തീറ്റയിലായതുകൊണ്ട് തീറ്റയുടെ ഡെറിവേറ്റീവ് ഇനി എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഡി വൈ ബൈ ഡി തീറ്റ കിട്ടി. ഇതുപോലെ നമുക്ക് ആരെ കിട്ടും, ഡി എക്സ് ബൈ ഡി തീറ്റ കിട്ടും. ഡി എക്സ് ബൈ ഡി തീറ്റ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എക്സ് എ കോൺസ്റ്റന്റ് അതേപോലെ എഴുതി കോസ് ക്യൂബിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 3 കോസ് സ്ക്വയർ കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, കോസ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് കിടന്നത് ഇല്ലയോ. സോ ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, കോസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. സോ ഇനി കോസിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. കോസ് എന്ന് പറയുമ്പോൾ എന്താ, മൈനസ് സൈൻ തീറ്റ. സോ ഡി വൈ ബൈ ഡി തീറ്റ ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ ചെയ്താൽ നമുക്ക് ആരെ കിട്ടും, ഡി വൈ ബൈ ഡി എക്സ് കിട്ടും. സോ ഡി വൈ ബൈ ഡി എക്സ് ചെയ്താൽ എന്ത് ചെയ്താൽ മതി, ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ ചെയ്താൽ മതി. സോ ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ, എ ക്യാൻസൽ, 3 ക്യാൻസൽ, ഒരു കോസ് തീറ്റ ഒരു കോസ് തീറ്റയും ക്യാൻസൽ, ഒരു സൈൻ തീറ്റയും ക്യാൻസൽ. സോ നമുക്ക് ആകെ വരുന്നത് എന്താ ബാക്കി, ഒരു സൈൻ തീറ്റ ഡിവൈഡ് ബൈ ഒരു മൈനസ് കോസ് തീറ്റ. മൈനസ് ഞാൻ ഇവിടെ എഴുതുക. സോ മൈനസ് ടാൻ തീറ്റ എന്ന് കിട്ടി. എന്ത് കിട്ടി, മൈനസ് ടാൻ തീറ്റ എന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എന്താ, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറാ. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് എക്സിലാണ് ഞാൻ ഇവിടെ ഡെറിവേറ്റ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചോണം, വിത്ത് റെസ്പെക്ട് എന്തിലാണ് ഡെറിവേറ്റ് ചെയ്യുന്നത്, എക്സിൽ ഡെറിവേറ്റ് ചെയ്യണം. കണ്ടോ, വിത്ത് റെസ്പെക്ട് എക്സിൽ ഡെറിവേറ്റ് ചെയ്യണം. ഡി വൈ ബൈ ഡി എക്സിന് വിത്ത് റെസ്പെക്ട് എക്സിൽ ഡെറിവേറ്റ് ചെയ്യണം. നമുക്ക് ആരെ കിട്ടും, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കിട്ടും. സോ ടാൻ തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് അതുപോലെ എഴുതി. ടാൻ തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താ, സീക് സ്ക്വയർ തീറ്റ. പക്ഷെ എനിക്കറിയാം ഞാൻ എന്തിലാണ് ഡെറിവേറ്റ് ചെയ്തത്, വിത്ത് റെസ്പെക്ട് എക്സിലാണ്. സോ തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താ, ഡി തീറ്റ ബൈ ഡി എക്സ്. ഇതും കൂടെ എഴുതണം, ആൻസർ കംപ്ലീറ്റ് ആകണം. ഓക്കെ ഓക്കെ, സോ ഡി തീറ്റ ബൈ ഡി എക്സ്. അപ്പൊ എന്ത് കിട്ടും, മൈനസ് സീക് സ്ക്വയർ തീറ്റ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി എക്സ് എന്താ, ഡി എക്സ് ബൈ ഡി തീറ്റ എന്താ, എ 3 കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ തീറ്റ. അപ്പൊ ഇതിന്റെ ഡി തീറ്റ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിന്റെ നേരെ എന്തെടുത്താൽ മതി, റെസിപ്രോക്കൽ എടുത്താൽ മതി. സോ 1 ഡിവൈഡഡ് ബൈ മൈനസ് ഉണ്ടായിരുന്നു. സോ മൈനസ് എ 3 കോസ് സ്ക്വയർ തീറ്റ സൈൻ തീറ്റ. ഓക്കെ ആണോ, ഓക്കെ. സോ മൈനസ് ഓക്കെ ഡി തീറ്റ ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ 1 ഡിവൈഡഡ് ബൈ എ ഇൻറ്റു 3 കോസ് സ്ക്വയർ തീറ്റ സൈൻ തീറ്റ. മൈനസും മൈനസ് എന്ത് ചെയ്യും, ക്യാൻസൽ ആയി പോകും. സോ വിച്ച് ഈസ് ഈക്വൽ ടു ആൻസർ എന്ത് കിട്ടും, 1 ഡിവൈഡഡ് ബൈ മൈനസും മൈനസും കൂടെ എന്തായും പ്ലസ് ആവും എന്ന് വിചാരിക്കുക. സീക് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, 1 ബൈ കോസ് സ്ക്വയർ. സോ കോസ് സ്ക്വയറും എന്താവും, കോസ് റൈസ് ടു 4 ആവും. സോ 1 ബൈ 3 എ ഇൻറ്റു 3a ഇൻറ്റു എന്ത് കിട്ടി, 1 ബൈ 3a ഇൻറ്റു കോസ് റൈസ് ടു 4 തീറ്റ സൈൻ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് തീറ്റ വിത്ത് എപ്പോഴുള്ള കണ്ടുപിടിക്കേണ്ടത്, തീറ്റയ്ക്ക് വാല്യൂ ഏതാ കൊടുക്കേണ്ടത്, പൈ ബൈ 6. സോ പൈ ബൈ 6 കൊടുക്കാം. തീറ്റയുടെ വാല്യൂ നമുക്ക് എന്ത് കൊടുക്കാം, പൈ ബൈ 6 കൊടുത്തു നോക്കാം. പൈ ബൈ 6 വിച്ച് ഈസ് ഈക്വൽ ടു, പൈ ബൈ 6 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, 1 ഡിവൈഡഡ് ബൈ 3a ഇൻറ്റു കോസ് പൈ ബൈ 6 എത്ര, കോസ് 30 എത്ര, √3/2. √3/2 ദ ഹോൾ റൈസ് ടു എന്ത് വരും, 4 വരും. ഓക്കെ, സോ 9 ഡിവൈഡഡ് ബൈ എന്ത് വരും, √3/2 ദ ഹോൾ റൈസ് ടു 4. സോ √3/4 എന്താ വരുന്നത്, √3 ഇൻറ്റു √3 ഇൻറ്റു √3 ഇൻറ്റു √3 അല്ലേ, √3 4 തവണ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 9 കിട്ടും. ഇനി ഡിവൈഡഡ് ബൈ എന്താ, 2 എന്താ വരുന്നത്, 16 ഇൻറ്റു സൈൻ 30 എത്ര, 1/2. ആൻസർ എന്ത് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഓക്കെ. സോ 9 ഇൻറ്റു 3 എത്ര, 27 കിട്ടും. ഇവിടെ 27a എന്ന് കിട്ടും. ഇത് 16 ഇൻറ്റു 2 അതിനെ എന്ത് ചെയ്യും, നമുക്ക് മുകളിൽ എഴുതാം. സോ 16 ഇൻറ്റു 2 എത്ര, 10 20 32. സോ 32/27 എന്ന് ആൻസർ കിട്ടും. ഓക്കെ ഓക്കെ. സോ മക്കളെ, അപ്പം നമ്മൾ ഇതാണ്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഇവിടെ നമ്മൾ കവർ ചെയ്ത്, ലോഗ് വെച്ചിട്ടുള്ള ഡിഫറൻസിയേഷൻ, പാരാമെട്രിക് ഫോം വരുന്നത്, ഡബിൾ ഡെറിവേറ്റീവ് വരുന്നത്, സ്ട്രിക്ട്ലി ഇൻക്രീസിങ്, സ്ട്രിക്ട്ലി ഡിക്രീസിങ്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ NCERT-യിലുള്ള എൻ്റെ കോൺസെപ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്ത് വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ഇവിടെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി കാണും, NCERT തറവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ NCERTയിലുള്ള പ്രോബ്ലംസ് ഫുൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് സോൾവ് ചെയ്ത് കോൺസെപ്റ്റും പ്രോബ്ലം സോൾവിങ് സ്കില്ലും തറവാക്കി വെച്ചേക്കുക. ഈ ടൈപ്പ് പ്രോബ്ലംസ് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യും, നമ്മൾ ഇനിയും വർക്കൗട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ചെയ്ത പ്രോബ്ലംസിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, സൊല്യൂഷൻസിനകത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ട്, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒരു മടിയും വിചാരിക്കേണ്ട, കോൺടാക്ട് ചെയ്യുക. നമുക്ക് ആ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നല്ല തറവായിട്ട് എന്ത് ചെയ്യും, പഠിച്ച് മുന്നോട്ട് പോകും. ഓക്കെ, സോ ഹാപ്പി ലേണിംഗ്.